നമസ്കാരം. മാധ്യമങ്ങൾക്ക് മേൽ പഴി, മുഖ്യമന്ത്രിയെ ഉന്നമിട്ട നീക്കം, UDFന്റെ ഗൂഢാലോചന, ആയുധങ്ങൾ പലതുമെടുത്ത് പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിൽ പാർട്ടിയിലും മുന്നണിയിലും EP ജയരാജൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. കൂടിക്കാഴ്ച ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തോടെ മുന്നണിക്കുള്ളിലെ CPI അതൃപ്തിയും പുറത്തു വന്നിരിക്കുന്നു. നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ EP നേരിട്ട് വിശദീകരിക്കുമോ എന്നതിൽ ആകാംക്ഷ നിലനിൽക്കെ തന്നെ നടപടിയല്ലാതെ എന്തു വഴി എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പ്രതിവാദം എന്തു തന്നെയായാലും പുതിയ വിവാദത്തിൽ EP ശരിക്കും കുടുങ്ങിയോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. കോൺഗ്രസ് പ്രതിനിധി ശ്രീ റിജിൽ മാക്കുറ്റി, BJP പ്രതിനിധി ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ഇടത് സഹയാത്രികൻ ശ്രീ M ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോസഫ് സി മാത്യു എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ ജോസഫ് സി മാത്യു, EP ജയരാജന്റെ വിശദീകരണത്തിൽ നിന്നും പ്രതികരണത്തിൽ നിന്നും ഈ ചർച്ച തുടങ്ങാം എന്ന് കരുതുന്നു. EP ജയരാജൻ പറയുന്നത് മുഴുവനും ഒരു ഗൂഢാലോചനയാണ്. അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെട്ടത് മുതൽ BJPയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്നതടക്കമുള്ള മുഴുവൻ കാര്യങ്ങൾക്ക് പിന്നിലും ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ്. അതിൽ UDFന്റേതാണ് പ്രധാന പങ്ക്, മാധ്യമങ്ങളിൽ ഒരു വിഭാഗം അതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നാണ്. യുക്തിസഹമായ ഒരു വിശദീകരണമാണോ EP നൽകിയിരിക്കുന്നത്? ഞാൻ അങ്ങനെ കരുതുന്നില്ല. കാരണം EP ജയരാജൻ സാധാരണഗതിയിൽ നൽകാറുള്ള രീതിയിലുള്ള ഒരു വിശദീകരണമാണ് ഇതിലും നൽകിയിട്ടുള്ളത്. മാധ്യമങ്ങളെയും സുധാകരനെയും ഒക്കെ പ്രതിസ്ഥാനത്ത് നിർത്തുക എന്ന് പറയുന്നത് വളരെ സേഫായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം ഗൂഢാലോചന എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് പുറത്തു വന്ന സമയം ആ സാഹചര്യവുമാണോ അതോ ഈ കൂടിക്കാഴ്ച തന്നെ അങ്ങനെ ആസൂത്രണം ചെയ്ത ഒന്നാണോ എന്ന്, ഏതാണ് ഗൂഢാലോചന എന്ന് അദ്ദേഹം പറയുന്നതൊന്നും വ്യക്തമല്ല. അല്ല, അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയെ തന്നെ ലക്ഷ്യമിട്ട് നടത്തുന്ന നീക്കങ്ങളാണ്, കുറെ കാലമായി അതിലിപ്പോൾ തന്നെയും കരുവാക്കുന്നു എന്നൊക്കെയാണ്. മുഖ്യമന്ത്രിയെ തന്നെ ലക്ഷ്യമിട്ട് ഇദ്ദേഹത്തെ BJP പ്രതിനിധി വന്ന് കാണേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ പറയാൻ വന്നത്, അദ്ദേഹം പറയുന്നത് പൂർണ്ണമായി ശരിയാണെങ്കിൽ അദ്ദേഹത്തെ ഒരു ട്രാപ്പിൽ പെടുത്തിയതാണ്, അതിൽ സംശയമില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് പൂർണ്ണമായി ശരി അല്ല, അങ്ങനെ ആവാൻ വഴിയില്ല. അദ്ദേഹം പറയുന്നത് പോലെ തന്നെ രാഷ്ട്രീയമായി പ്രായോഗിക രാഷ്ട്രീയത്തിൽ വളരെ പരിണിതപ്രജ്ഞനായ ഒരാളാണ് EP ജയരാജൻ. അദ്ദേഹത്തിന് അങ്ങനെ ആവർത്തിച്ച് തെറ്റുകൾ പറ്റാറില്ല. അദ്ദേഹം നന്ദകുമാർ ശ്രമിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ ചതിയിൽപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അത് ഞാൻ പറയാൻ കാര്യം, ഇതിനു മുമ്പ് നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കൽ ചടങ്ങിലും അത് ഇതുപോലെ ട്രാപ്പിൽ പെടുത്തിയതാണ് എന്ന് അദ്ദേഹം പറയും. അങ്ങനെ ഒരേ ആൾക്ക് ആവർത്തിച്ച് അങ്ങനെ ട്രാപ്പിൽ പെടുത്താനൊന്നും കഴിയുന്ന സാധാരണ മനുഷ്യരെ തന്നെ കഴിയില്ല. ഇവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിന്റെ ഈ ചതിക്കുഴികൾ വളരെ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ആ പറയുന്ന ന്യായീകരണത്തിലൊന്നും യാതൊരു കാര്യവും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, എന്തിനാണ് BJPയുടെ സംഘടനാ ചുമതലയുള്ള ഒരാൾ, CPMന്റെ സംഘടനാ ചുമതല മാത്രം ഇപ്പോൾ വഹിക്കുന്ന ഒരു നേതാവിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടത് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം ഉള്ളത്, ഒരു തവണയെ കണ്ടുള്ളൂ, ഒന്നിലധികം തവണ കണ്ടോ, അതോ ഇത് മുഴുവൻ സ്റ്റേജ് മാനേജ് ചെയ്ത് പോയതാണോ? ഇതെല്ലാം പുറത്തു വരാവുന്ന വിവരങ്ങൾ തന്നെയാണ്. ഇതെല്ലാം പുറത്തു വരികയും ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സുപ്രധാനമായിട്ടുള്ള വിഷയം. ഇത് ഒരു കാര്യം എനിക്കും എന്റെയും ധാരണ, അദ്ദേഹം BJPയിലേക്ക് പോകാൻ വേണ്ടി ആലോചിച്ചിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അതങ്ങനെ എളുപ്പമാണ് എന്ന് ഞാൻ കരുതുന്നുമില്ല. കണ്ണൂർ രാഷ്ട്രീയത്തിന്റെയും CPMന്റെ ഇപ്പോഴത്തെ സ്ഥിതി ഒക്കെ വെച്ചിട്ട് ഞാൻ പറയുകയും കൂടിയാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഈ സമയത്ത് ഈ പ്രായത്തിൽ അങ്ങനെ ഒരു നീക്കം നടത്തുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ കരിയറിൽ പോലും ഒരു നേട്ടം ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. അതൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന ആളാണ് അദ്ദേഹം എന്നുമാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് BJPക്ക് അതിൽ നേട്ടമൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് അതുകൊണ്ട് ഒരു നേട്ടവും ഇല്ല എന്ന് മാത്രമല്ല,
പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒക്കെ നേരിടേണ്ടി വരുമെന്നൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു നേതാവാണ് അതിൻ്റെ എക്സിക്യൂഷൻ എൻഡിൽ പ്രവർത്തിച്ചിരുന്ന ഇ.പി. ജയരാജൻ. അതുകൊണ്ട് BJP-യിലേക്ക് പോകാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു എന്ന് ഞാൻ വ്യക്തിപരമായി കരുതുന്നില്ല. പക്ഷെ മറ്റ് പല രാഷ്ട്രീയ നേതാക്കന്മാരിലും ഇത്തരം കൂടിക്കാഴ്ചയുടെ മറവിൽ ആരോപിക്കുന്ന ഒരു കാര്യം ഇതുപോലെ കളം മാറി BJP-യിലേക്ക് പോകാൻ ശ്രമിക്കുന്നു, അതിൻ്റെ തെളിവാണ്, അല്ലെങ്കിൽ എന്തിന് കൂടിക്കാണണമെന്നുള്ള ചോദ്യം ഉന്നയിക്കുന്ന CPIM-നെ സംബന്ധിച്ചിടത്തോളം ഈ കൂടിക്കാഴ്ച ഇങ്ങനെ എൻ്റെ ബോധ്യം എന്നൊന്നും പറഞ്ഞോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോധ്യം എന്ന് പറഞ്ഞോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന ഒന്നല്ല. അതിന് മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട്. എന്തിന് കൂടിക്കണ്ടു, അപ്പോൾ മറ്റ് പ്രേമേന്ദ്രൻ കണ്ടപ്പോൾ നിങ്ങൾ അതല്ലല്ലോ പറഞ്ഞത് എന്നുള്ള ചോദ്യത്തിന് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു മറുപടി പറഞ്ഞു പോകേണ്ട ബാധ്യതയുണ്ട്. ആ വലിയ ഭാരിച്ച ഉത്തരവാദിത്വത്തിലേക്ക് CPM-നെയും ഇടതുമുന്നണി നേതാക്കളെയും തള്ളിയിട്ടു എന്നുള്ള ഒരു വിഷയമുണ്ട്. പക്ഷേ ഒരാൾ CPM-ലേക്ക് BJP-യിലേക്ക് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ദേവികുളത്തെ പഴയ രാജേന്ദ്രൻ ശ്രമിക്കുന്നത് പോലെയാണെങ്കിൽ അത് ആ വ്യക്തിയുടെ ഒരു അപരേഷൻ അത് ഉണ്ടാകത്തില്ലയോ എന്ന് ചർച്ച ചെയ്താൽ മതിയായിരുന്നു. ഇദ്ദേഹം അങ്ങനെയല്ല. ഇദ്ദേഹം സംസ്ഥാന തലത്തിൽ വളരെ ഉയർന്ന പദവികൾ കൈയാളുന്ന ഒരാൾ, സംസ്ഥാന നേതൃത്വവുമായിട്ടും CPM-ന്റെ എല്ലാ നേതൃത്വവുമായിട്ടും വളരെ സജീവമായ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ താങ്കൾ പറയുന്നത് E.P. ജയരാജൻ ഈ കാര്യങ്ങൾക്ക് നൽകിയിട്ടുള്ള വിശദീകരണം നമുക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കഴിയില്ല. കാരണം താങ്കൾ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾക്ക് മേൽപ്പഴി, ഗൂഢാലോചന നടന്നു, അങ്ങനെ കരുതാൻ കഴിയില്ല എന്ന് പറയുന്നു. അതേസമയം E.P. ജയരാജൻ അവിടെ നടന്ന ചില സംഭവങ്ങൾ കൂടി വിശദീകരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ മാതൃഭൂമി പത്രത്തിനൊക്കെ നൽകിയിട്ടുള്ള അഭിമുഖത്തിലൊക്കെ പറയുന്ന ഒരു ഭാഗം, തിരുവനന്തപുരത്ത് ആക്കുളത്തെ വീട്ടിൽ മകൻ്റെ വീട്ടിൽ വന്നു, അത് ദല്ലാൾ നന്ദകുമാർ കൊണ്ടുവന്നതാണ്. പ്രകാശ് ജാവ്ദേക്കർ പെട്ടെന്ന് വന്ന് കയറുകയായിരുന്നു. 4 മിനിറ്റ് പോലും നിന്നില്ല, ഒന്ന് ഇരിക്കാൻ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. വീട്ടിൽ കയറി വരുന്ന ഒരാളെ എങ്ങനെ പറഞ്ഞ് എനിക്ക് പുറത്തേക്ക് തള്ളിവിടാൻ പറ്റുമോ? അപ്പോൾ ജസ്റ്റ് വന്നു, കണ്ടു, അദ്ദേഹം പോയി. ഞാനൊരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇറങ്ങുകയായിരുന്നു, ആ സമയത്താണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന വിശദീകരണമോ? അതാണ് ഗോപികൃഷ്ണൻ ഞാൻ പറയുന്നത്. അതായത് ഇദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ അങ്ങനെ മകൻ്റെ വീട്ടിൽ തന്നെ എപ്പോഴും പോകാറില്ല. അപ്പോൾ അങ്ങനെ അപൂർവമായി വരുന്ന ഒരു വീട്ടിൽ ആ സമയത്ത് അദ്ദേഹം ഉണ്ടാകും എന്ന് മുൻകൂട്ടി അറിയുക. ഇനിയും അദ്ദേഹം അവിടെ ഉണ്ടോ എന്ന് മകനെ ഫോൺ വിളിച്ച് അന്വേഷിച്ചിരുന്നു എന്ന് ഇ.പി. തന്നെ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് വരുന്ന ദൂരമെങ്കിലും ആ സമയമെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും. ഇനി അന്നത്തെ ദിവസം എന്തിനാണ് പ്രകാശ് ജാവ്ദേക്കർ ഈ മാർച്ച് 5-ാം തീയതി കേരളത്തിൽ വന്നതെന്നും അദ്ദേഹത്തിന്റെ മറ്റു പരിപാടികൾ എന്തായിരുന്നു ഉള്ളതുൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. BJP-യുടെ ബാക്കി നേതാക്കന്മാരൊന്നും അറിയാതെ എയർപോർട്ടിൽ നിന്ന് ഇദ്ദേഹം കാറിൽ വരുന്നതും ആരോടൊപ്പമാണ് വരുന്നതെന്നും നമ്മൾ കണ്ടു. അത് ആതിഥേയനാണെന്ന് കരുതിയാണോ ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്നേ, അതോ ജാവേദ്കറിന്റെ ഒരു ടൂളായിട്ടാണോ നന്ദകുമാർ പ്രവർത്തിച്ചത് എന്നുള്ളതും ഇനി അറിയാനുള്ളതാണ്. നിങ്ങൾ ആ ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ടാൽ അതൊക്കെ ഫോട്ടോസും വീഡിയോസും എല്ലാം സ്റ്റേജ് മാനേജ്ഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അത് നന്ദകുമാറിന്റെ താല്പര്യമായിരിക്കാം. പക്ഷേ അന്നത്തെ യാത്ര ഇവിടുത്തെ മറ്റ് പരിപാടികൾ ഉണ്ടായിരുന്നോ, എന്തിനു വേണ്ടിയാണ് അദ്ദേഹം വന്നതെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇവിടെ ആക്കുളം ഫ്ലാറ്റിൽ എത്ര സമയം ഉണ്ടായിരുന്നെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അതെല്ലാം നമുക്കറിയാം. ഇ.പി. ജയരാജൻ ഇത്തരം കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് മറുപടി പറഞ്ഞു പോകുന്നതെന്നും അതിൽ എത്രത്തോളം സത്യത്തിന്റെ വസ്തുതയുണ്ടെന്നും എത്രയും പരിശോധിച്ചാണ് മറുപടി പറയാറുള്ളതെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് പൊതു ജീവിതത്തിൽ വളരെ സജീവമായി പ്രതികരിച്ചു പോകുന്ന ഒരു നേതാവിനെ സംബന്ധിച്ച് നമ്മൾ അദ്ദേഹം പറഞ്ഞതിലെ വ്യാകരണം എല്ലാം എടുത്ത് പരിശോധിക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഈ പറയുന്നതിലൊന്നും വസ്തുത ഉണ്ടാവാൻ ഒരു തരവുമില്ല. ഒറ്റ കാര്യം കൂടി ചോദിച്ചിട്ട് വളരെ ചെറിയൊരു ഉത്തരം കൂടി താങ്കൾ കിട്ടിയ ശേഷം ഞാൻ മറ്റു അതിഥികളിലേക്ക് പോകും. ഇ.പി. ജയരാജന് മൂടി വെക്കാൻ ചില കാര്യങ്ങളുണ്ട് എന്നാണോ താങ്കൾ സംശയിക്കുന്നത്? അതാണ് ഞാൻ പറയാൻ വന്നത്. ഒരു വ്യക്തി BJP-യിലേക്ക് പോകാൻ ശ്രമിക്കുകയായിരുന്നെങ്കിൽ അത് ആ വ്യക്തിക്ക് ഇപ്പം ഇടുക്കിയിലെ രാജേന്ദ്രന്റെ കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ചിലപ്പോൾ അപജയം സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ ചെയ്യാം. അതല്ല, ഇതിൽ തന്നെ സജീവമായി നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ചർച്ചയിൽ ഏർപ്പെടേണ്ട കാര്യമുണ്ടെങ്കിൽ എന്താണ് ചർച്ച ചെയ്തത് എന്നുള്ളത് അദ്ദേഹവും പാർട്ടിയും ഒക്കെ വിശദീകരിക്കേണ്ടി വരും. അവിടെ മുഖ്യമന്ത്രി വന്നിട്ട് പറയുന്നു കൂടിക്കാഴ്ചയല്ല പ്രശ്നമെന്ന് പറയുന്നു. ഇപ്പൊ CPI പറയുന്നത് അങ്ങനെയല്ല, CPM-ന്റെ കേന്ദ്ര നേതൃത്വം പറയുന്നത് അങ്ങനെയല്ല. അങ്ങനെ കൂടിക്കാണുമ്പോൾ നിങ്ങളൊരു സാക്ഷിയെ അവശേഷിപ്പിക്കുന്നതാണ് പ്രശ്നം എന്ന് പറയുന്നു. അത് ഏത് നയമാണ്?
അതിന്റെ അടിസ്ഥാനം എന്താണ്? ശരി ശരി, ഇനി ഞാൻ വരാം താങ്കളിലേക്ക് വരാം. ഇടത് സഹയാത്രികൻ ശ്രീ എം ജയചന്ദ്രനിലേക്കാണ് ഞാൻ പോകുന്നത്. ശ്രീ എം ജയചന്ദ്രൻ, ഇപ്പോഴും ഈ അവ്യക്തമായി നിൽക്കുന്ന ചില ഭാഗങ്ങളുണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം, ആ ദിവസം തന്നെ ഇ പി ജയരാജൻ അതിൻ്റെ തൊട്ട് മുമ്പേ പറയുന്നു ഇങ്ങനൊരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് എന്ന്. NDA സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ പറയുന്നു ആ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് എന്നത് ശരിയാണ് എന്ന് പറയുന്നു. മുഖ്യമന്ത്രിയാകട്ടെ പാപിയോടൊപ്പം നിന്നാൽ ശിവനും പാപിയായി തീരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇ പി ജയരാജനെ അദ്ദേഹത്തിൽ കളങ്കമുണ്ട് എന്ന് പരോക്ഷമായി സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇ പി ജയരാജൻ എന്തിന് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു? ആ കൂടിക്കാഴ്ച എന്തിന് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പരസ്യപ്പെടുത്തി? എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അതിനെ തള്ളിപ്പറയേണ്ടി വന്നു എന്ന ഒരു വലിയ ഭാഗം അവിടെ നിൽക്കുന്നുണ്ട്. അവിടെയാണ് CPIയുടെ പ്രധാനപ്പെട്ട ആക്ഷേപം നിൽക്കുന്നത്. ഇത് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു ഇത്തരം കൂടിക്കാഴ്ചകൾ. ഇടതുമുന്നണിയെ നയിക്കുന്ന അതിൻ്റെ കൺവീനർ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തന്നെ BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തുകയും അത് BJPയിലേക്ക് പോകാനാണ് എന്ന ആക്ഷേപം ഉയരുകയും ചെയ്യുമ്പോൾ ധാർമ്മികമായി ഇ പി ജയരാജൻ എങ്ങനെ ആ പദവിയിൽ തുടരാൻ കഴിയും എന്ന ചോദ്യം ഘടകകക്ഷികൾ ഉയർത്തുകയാണ്. ഇതെല്ലാം CPIഎമ്മിനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നതല്ലേ? പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതല്ലേ? ഗോപീഷൻ പറഞ്ഞതിൽ പിന്നെ പാർട്ടിയെ സംശയത്തിലാക്കുന്നതാണ്. പക്ഷേ CPIഎമ്മിനെ സംബന്ധിച്ച് അത് പ്രതിരോധത്തിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇതിന് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഒന്നും ഇല്ലല്ലോ. ഇത് 2023 മാർച്ച് 5 സംഭവിച്ച ഒരു കാര്യമാണ് എന്നിപ്പോൾ എല്ലാവർക്കും അറിയാം. ഇത് പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഏപ്രിൽ 25 ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ തന്നെ ചോദിക്കുന്നത്, പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങൾ ചോദിക്കുന്നത് ഇ പിയുടെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ, ഇ പി എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല എന്നാണ് നിരന്തരം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ ചോദ്യത്തിന് താൻ മറുപടി പറയുകയായിരുന്നു ഇന്നലെ ചെയ്തത് എന്നാണ് ഇ പി പറയുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ വാദവും. അതിന് പിന്നിൽ വിശാലമായ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. എന്താണ് രാഷ്ട്രീയ സാഹചര്യം? BJPയുടെ അല്ലെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന് ഇ പി ജയരാജൻ നടത്തിയ പരാമർശം വിവാദത്തിലായ സാഹചര്യമുണ്ട്. രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയും ഇ പി ജയരാജന്റെ ഭാര്യയും ബിസിനസ് പാർട്ട്നേഴ്സാണ് എന്ന ആക്ഷേപം ഉയർന്ന സാഹചര്യം അവിടെയുണ്ട്. CPIഎമ്മും BJPയും തമ്മിൽ കേരളത്തിനകത്തൊരു അന്തർധാര പ്രവർത്തിക്കുന്നുണ്ട്. ഒരു 2 സീറ്റ് എന്ന നിലയിൽ ഒരു കോംപ്രമൈസ് നടത്തിയിട്ടുണ്ടെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇങ്ങനെ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വന്ന ഇ പിയുടെ നിലപാട് ആരെയാണ് കൂടുതൽ കുഴപ്പത്തിലാക്കുക? എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം? സംശയിക്കപ്പെടില്ലേ സ്വാഭാവികമായി? അല്ല, സാഹചര്യം അവിടെയുണ്ട്. പക്ഷേ ഈ പുതിയ പ്ലോട്ട് എന്താണെന്നുള്ളതാണല്ലോ പ്രധാനം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് പിന്നെ പുതിയ പ്ലോട്ട് എന്നുള്ളതാണല്ലോ അന്വേഷണ വിഷയമാവേണ്ടത് ഗോപീഷ പ്രധാനമായിട്ടും. ഇവിടെ ഈ വിഷയത്തിൽ രംഗത്ത് വരുന്നത് ദല്ലാൽ നന്ദകുമാർ ആരോപണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ. ഇ പി ആയിട്ട് ബന്ധപ്പെട്ടത് മാത്രം ഞാൻ അനിൽ ആൻ്റണിയുടെ പറയുന്നില്ല ഇവിടെ, അതിൻ്റെ ആവശ്യമില്ല ഈ ചർച്ചയിൽ, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഇപ്പം ഇത് മാത്രമായിട്ട് വന്നാൽ വിഷയം ഈ നന്ദകുമാർ അവതരിപ്പിക്കുന്നത് 10 ലക്ഷം രൂപ ഇവർ വാങ്ങിച്ചു. ശോഭാ സുരേന്ദ്രൻ വാങ്ങിച്ചത് എന്തിനാണ്? പുതുച്ചേരി ലഫ്റ്റനൻറ്റ് ഗവർണർ ആകാനായിട്ട് 1 കോടി രൂപ കൊടുക്കണം, 80 ലക്ഷം രൂപ കയ്യിലുണ്ട്, ബാക്കി 20 ലക്ഷത്തിലാണ് 10 ലക്ഷം രൂപ നിങ്ങൾ തരണമെന്ന് പറയുന്നത്. ആ പണമാണ് കൊടുത്തത്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾക്ക് പുതുച്ചേരി ലഫ്റ്റനൻറ്റ് ഗവർണർ ആകാനായിട്ട് BJP നേതൃത്വത്തിന് 1 കോടി രൂപ കൊടുക്കാൻ ശോഭാ സുരേന്ദ്രൻ തയ്യാറായി എന്നുള്ള വാർത്ത ഒരു വിഷയമേ ആയിട്ടില്ല ഈ നിമിഷം വരെയും. അത്ര ഒരു ചർച്ചയും ഉയർന്നിട്ടില്ല. വേണ്ട, ചർച്ച ചെയ്യേണ്ട, സൗകര്യമില്ല, അതുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞാൽ എനിക്ക് പിന്നെ തർക്കമൊന്നുമില്ല. പക്ഷേ അതാണ് ഈ പ്ലോട്ടിൻ്റെ പ്രധാനപ്പെട്ട ന്യൂക്ലിയസ് ആയിട്ട് നിന്നത്. അവിടെ നിന്നാണ് പയ്യെ ഇതിലേക്ക് ചാടുന്നത്. ഏതിലേക്ക്? ഇ പിയുടെ വിഷയത്തിലേക്ക് ചാടുന്നത്. അപ്പോൾ പിന്നീട് ഇത് പുറത്തു വരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ വർഷം മാർച്ച് 5 എന്നുള്ളത്. എനിക്ക് അതായത് TG നന്ദകുമാർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും വിശ്വാസത്തിലെടുക്കണം എന്ന ഒരു വാദം മുന്നോട്ട് വെച്ചുകൊണ്ടാണോ താങ്കൾ എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് വാചാലരായില്ല എന്നൊക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്? സത്യത്തിൽ ഈ ഇ പി ജയരാജന്റെ കേസിൽ സംഭവിച്ചത് അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ് ജാവ്ദേക്കറെ ഞാൻ കണ്ടിട്ടുണ്ടെന്നുള്ളത്.
അല്ല, താങ്കൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് എനിക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ. അല്ല, ഞാൻ വ്യാഖ്യാനിക്കല്ല, ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. ഐ ആം ജസ്റ്റ് ആസ്കിംഗ് യു. പിന്നെ ദല്ലാൽ നന്ദകുമാറിനെ ന്യായീകരിക്കാനല്ലല്ലോ ഇരിക്കുന്നത്. ഞാനതിനല്ലല്ലോ ഇരിക്കുന്നത്. എനിക്ക് ദല്ലാൽ നന്ദകുമാറുമായിട്ട് പിന്നെ ഈ അയാൾ ആരാണെന്നൊക്കെ അറിയാം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു തന്നെയാണല്ലോ കേരളത്തിന് മുമ്പിലുള്ളത്. വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ്, അയാളുടെ ഇടപാട് എങ്ങനെയൊക്കെയാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയോടുള്ള അയാളുടെ നിലപാട് എങ്ങനെയായിരുന്നു ഇതൊക്കെയുണ്ട്. അത് ആ ഭാഗത്ത് നിൽക്കട്ടെ. ആ ചർച്ചയല്ലല്ലോ ഇവിടെ ഉള്ളത്. നമ്മുടെ പ്രസക്തമായ വിഷയവുമല്ല അത് അയാളെ സംബന്ധിച്ചുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നുമില്ല. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത്, എനിക്ക് മറ്റൊരു കാര്യം കൂടെ അറിയാവുന്നത്, ഈ ശോഭാ സുരേന്ദ്രൻ വരുത്തി വെക്കുന്ന ചില ഡാമേജസ് ആ പാർട്ടിക്കാണ് എന്നുള്ളതാണ്. എൻ്റെ പിന്നെ വാദം അതാണുള്ളത്. കാര്യം ഇങ്ങനെയുള്ളൊരു പാർട്ടിയാണ്, ക്രെഡിബിലിറ്റി ഇല്ലാത്ത പാർട്ടിയാണ് ഈ പാർട്ടി എന്ന് പറയുന്നത് കൊണ്ട് ആർക്കാണ് മെച്ചം, ആർക്കാണ് നേട്ടം എന്നുള്ളത് അവർ വേണമെങ്കിൽ ആലോചിക്കട്ടെ, അത്രേ ഉള്ളൂ. കാരണം ഒരാഴ്ച മുമ്പാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഇവിടെ വന്ന് പറഞ്ഞത് 2 മാസം മുൻപ് വരെ കേരളത്തിലെ നിരവധി കോൺഗ്രസ് നേതാക്കളുമായി ഈ പാർലമെൻറ്റ് ഇലക്ഷന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുതിയൊരു പാർട്ടി ഉണ്ടാക്കാനുള്ള ചർച്ചകളെല്ലാം ഏതാണ്ട് പൂർത്തിയായി വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് പൊടുന്നനെ പുതിയൊരു ബോംബ് വരുന്നു, പുതിയൊരു വാർത്ത വരുന്നു എന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, പലയിടത്തും ഉണ്ടായിരുന്നു, എയർലിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ വാർത്ത വരുന്നത്. ഇത് മാത്രമല്ലെന്ന് എനിക്ക് പറയാനുള്ളത്, താങ്കളോട് പറയാനുള്ളത്, ഈ ചർച്ചയിലും പറയാനുള്ളത് അതാണ്. ഈ പിന്നെ മാർച്ച് 5-നാണല്ലോ ഇത് നടക്കുന്നത്. അതിനുശേഷം അടുത്തൊരു കഥ വന്നിരുന്നു ഗോപീഷൻ. അത് അത്ര കണ്ട് അങ്ങോട്ട് ചർച്ചയായി വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നതാണോ എന്ന് സംശയമുണ്ട്. അതെന്താണെന്ന് അറിയുമോ? മാർച്ച് 5 കഴിഞ്ഞിട്ട് ഏപ്രിൽ, മെയ്, ജൂൺ മാസം 29-ന്, അതാണ് കേട്ടോ ആ ഡേറ്റിൻ്റെ പ്രത്യേകതയും കൊണ്ടുണ്ട്. പിന്നെ ഈ ജൂൺ മാസം 29-ന് ഇ.പി. ജയരാജന് പ്രധാനമന്ത്രിയെ കാണാനുള്ള ഒരു അനുമതി പിന്നെ ലഭിച്ചിരുന്നു ജൂൺ 29-ന്. ആ ദിവസം ഇ.പി. ജയരാജൻ ഡൽഹിയിലുണ്ട്. അപ്പോൾ രാവിലെ ഏതാണ്ട് 11-11:30 മറ്റുമാണ് കൂടിക്കാഴ്ച. പക്ഷേ എന്തൊക്കെയോ അജ്ഞാതമായ കാരണങ്ങളാൽ, പുറത്തു വരാത്ത കാരണങ്ങളാൽ രാവിലെ 9 മണിയോടെ ഇ.പി. ജയരാജൻ്റെ മൊബൈൽ ഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. താമസിക്കുന്ന സ്ഥലത്തും അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് സ്ഥലത്തില്ല എന്ന മറുപടിയാണ് ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ലൈനിലും കിട്ടുന്നില്ല, മൊബൈലിലും കിട്ടുന്നില്ല. അങ്ങനെ സംഭവം ഉണ്ടായി. ആ കൂടിക്കാഴ്ച നടന്നില്ല. എവിടുന്നാണ് എനിക്ക് ഈ വിവരം എന്ന് ചോദിച്ചാൽ കേട്ടറിവാണേ. പക്ഷേ ആ ഡേറ്റൊക്കെ ഞാൻ ആവർത്തിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഇങ്ങനൊരു ചർച്ചയിൽ വന്നിരുന്ന് പറയുന്നത് ജൂൺ 29-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ശ്രീ ഇ.പി. ജയരാജന് കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കിയിരുന്നു. ആരൊരുക്കിയിരുന്നു? BJP നേതൃത്വം തന്നെ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരുക്കിയത്? ജാവദേക്കറുമായി മാർച്ച് 5-ന് കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഇ.പി. അക്കാര്യത്തിൽ ഉറപ്പൊന്നും കൊടുത്തില്ലല്ലോ ജാവദേക്കർക്ക്. അദ്ദേഹം അങ്ങനെ പറഞ്ഞുമില്ല. എന്നാൽ ഇ.പി.യെ കൂടുതൽ പിന്നെ സമ്മർദ്ദം ചെലുത്തി കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് നേരിട്ട് BJP ദേശീയ നേതൃത്വം തന്നെയാണ് ഇടപെടേണ്ടത് എന്നുള്ള മെസ്സേജാണ് പോയത്. ആ മെസ്സേജിൻ്റെ ഭാഗമായിട്ടാണ് BJP ലീഡർഷിപ്പ് സംസാരിച്ചിട്ട് പ്രധാനമന്ത്രി തന്നെ സംസാരിക്കാം എന്ന് ദേശീയ തലത്തിലുള്ള BJP നേതാക്കളുമായും കേരളത്തിലെ ഏതാനും നേതാക്കളുമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം അവിടെ ഉള്ള ഒരു തീയതി തന്നെ ജൂൺ 29 എന്നുള്ള തീയതി വെച്ചിട്ട് ആ തീയതിക്ക് ചർച്ച ചെയ്യാമെന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം അന്ന് അവിടെ ഉണ്ടെങ്കിലും പ്രധാനമന്ത്രിയായിട്ട് കൂടിക്കാഴ്ച നടന്നില്ല. ഇതാണ് പുതിയൊരു കഥ വന്നിരിക്കുന്നത്. ആ കഥ പ്രചാരം കിട്ടിയിട്ടില്ല. എനിക്കിത് വിശ്വസനീയമായി അറിയാൻ കഴിഞ്ഞതുകൊണ്ട് ഞാൻ ക്രോസ് ചെക്ക് ചെയ്തു. പിന്നെ അത് ഉറപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ചർച്ചയിൽ ഇത് പറയുന്നത്. എന്തിനാണ് ഉണ്ടാക്കുന്നത്? എന്തിനാണ് ഈ പ്ലോട്ടുകൾ? ഏത് സത്യമാണോന്ന് അല്ല, വിശ്വസനീയമായി താങ്കൾക്ക് അറിയാൻ കഴിഞ്ഞതും താങ്കൾ സ്ഥിരീകരിക്കുന്നതും എന്താണ്? അങ്ങനെ ഒരു പ്ലോട്ട് നടന്നിട്ടുണ്ടെന്നാണോ, അതോ അങ്ങനെ ഒരു കഥ ഫ്ലോട്ട് ചെയ്യുന്നുണ്ടെന്നാണോ? അല്ല, കഥ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു പൊളിറ്റിക്കൽ പ്ലോട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ ഇ.പി. ജയരാജന് പ്രധാനമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം BJP നേതൃത്വത്തിന്റെ സഹായത്തോടെ നിശ്ചയിക്കപ്പെട്ടിരുന്നു എന്ന് താങ്കൾ സ്ഥിരീകരിക്കുകയാണ്. ഞാൻ സ്ഥിരീകരിക്കുകയല്ല, ഒരിക്കലും എനിക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ലല്ലോ ഗോപേഷ്. ഞാൻ പറഞ്ഞത് എനിക്ക് വിശ്വസനീയമായി ഞാൻ ക്രോസ് ചെക്ക് ചെയ്യാൻ 1-2 പേരുടെ ചോദിച്ചാണ് ക്രോസ് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്, ക്രോസ് ചെക്ക് ചെയ്യുന്നത്. ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ ഇങ്ങനൊരു സംഭവം ഉള്ളതായിട്ട് അവരും കേട്ടിട്ടുണ്ട്. അത് ഗവർണർഷിപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണെന്നാണ് കേട്ടിട്ടുള്ളത് എന്ന് പറയുന്ന BJP ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയുണ്ട്. മാധ്യമ സുഹൃത്തുക്കൾ പോലും ഉണ്ട് കേട്ടോ. അതുകൊണ്ട്
അപ്പോൾ അവരങ്ങനെ അവർ പറയുന്നുണ്ട്. പക്ഷെ അത് BJPയുടെ ഔദ്യോഗിക ഭാഗത്തു നിന്ന് എവിടെയും ഇതുവരെ വന്നിട്ടില്ല. ഇത്തരത്തിലുള്ള കഥകൾ ഇങ്ങനെ പ്രചരിക്കുകയാണല്ലോ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കഥകൾ ഇങ്ങനെ പ്രചരിക്കുന്നതെന്ന് ആലോചിക്കേണ്ടത് ആദ്യം ആരാണ്? ശ്രീ EP ജയരാജൻ തന്നെയാണ്. ഇപ്പോൾ CPMനെ വെട്ടിലാക്കിയില്ലെന്ന് താങ്കൾ ചോദിക്കുമ്പോൾ വെട്ടിലായിട്ടില്ല. പക്ഷേ വെട്ടിലാക്കാനുള്ള പല പരിപാടികളുടെ ഭാഗത്തിൽ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണിത് എന്നുള്ള തർക്കമൊന്നുമില്ലല്ലോ. മറ്റൊരു കഥ അത് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇപ്പോൾ തന്നെ കിടക്കുന്നുണ്ട്. ഞാനീ പറഞ്ഞ പോലെ ജൂൺ 29 കേസല്ലാതെ ഗോവിന്ദൻ മാഷുടെ ജാഥ ഇവിടെ വരുന്ന സമയം, തൃശ്ശൂർ എത്തിയ സമയം, ആ സമയത്ത് ഒരു ദിവസം രാമനിലയത്തിൽ ഇതേ ജാവദേക്കറുണ്ട്. അപ്പോൾ ദല്ലാൽ നന്ദകുമാറുമായിട്ട് EP ജയരാജൻ അവിടെ ചെല്ലുന്നു, ജാവദേക്കറെ അവിടെ വെച്ച് കണ്ട് സംസാരിക്കുന്നു, രാമനിലയത്തിൽ വെച്ച്. അങ്ങനെ ഒരു കഥ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ അത് നേരത്തെ അല്ല, ഈ പുതിയ ഇതിൻ്റെ ഭാഗമായിട്ടല്ല, നേരത്തെ തന്നെ ഇങ്ങനെ കേട്ടുവരുന്നതാണ്. ഒരു 5-6 മാസമായിട്ട് കേട്ടുവരുന്ന ഒരു കഥകളിൽ പെടുന്നതാണ്. അതും ഇത്തരത്തിലുള്ള ചില ശ്രീ M. ജയചന്ദ്രൻ, ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ടൊരു ചോദ്യത്തിലേക്ക് പോകട്ടെ. അതായത് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിട്ടുണ്ട് എന്ന് EP ജയരാജൻ സ്ഥിരീകരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ കൂടിക്കാഴ്ചയെ സംബന്ധിക്കുന്ന മറ്റെന്ത് വിവരമാണുള്ളത്? TG നന്ദകുമാർ പറഞ്ഞിട്ടുള്ള വിവരമാണ്. ആ വിവരം എന്താണ്? അത് ഇടതുമുന്നണി സഹായിച്ചാൽ BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്നും, അങ്ങനെ തൃശ്ശൂരിൽ സഹായിക്കുകയാണെങ്കിൽ പകരം SNC ലാവ്ലിൻ കേസും സ്വർണ്ണക്കടത്ത് കേസും ഒക്കെ കോംപ്രമൈസ് ചെയ്ത് അതങ്ങ് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷേ തൃശ്ശൂരിൽ CPI ആണ് മത്സരിക്കുന്നത് എന്തുകൊണ്ട് അത് പറ്റില്ല? അങ്ങനെ പിണറായി വിജയന്റെ സംരക്ഷകനായിട്ടാണ് EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് എന്ന് TG നന്ദകുമാർ വെളിപ്പെടുത്തിയ ഒരു ഭാഗമാണ് മറുഭാഗത്തുള്ളത്. എൻ്റെ ചോദ്യം, BJPയുമായി ഒരു ബാന്ധവമുണ്ട് എന്ന രാഷ്ട്രീയ ആരോപണം നിലനിൽക്കുന്ന കേരളത്തിൽ ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് ഒരു പ്രധാനപ്പെട്ട CPM മറുപടി പറയേണ്ട വിഷയമല്ലേ? ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് EP ജയരാജനെ തുടരാൻ ധാർമ്മികമായ അവകാശമില്ല എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഘടകകക്ഷികൾക്ക് ഉന്നയിക്കാൻ പാകമായ ഒരു സാഹചര്യം ഇപ്പോഴില്ലേ? അങ്ങനെയാണെങ്കിൽ EPക്കെതിരെ നടപടിയെടുക്കേണ്ട സാധ്യതകൾ നിലനിൽക്കുന്നില്ലേ? ഇതാണ് എൻ്റെ ചോദ്യം. ശ്രീ M. ജയചന്ദ്രൻ. ഹലോ. ആ ചോദ്യത്തിന് എൻ്റെ മറുപടി ഇല്ല എന്ന് തന്നെയാണ് ഗോപികൃഷ്ണൻ. കാരണം ഇത് ഘടകകക്ഷികളുടെ തർക്ക വിഷയമല്ല ഇത്. ഇപ്പോൾ നാളെ CPMൻ്റെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് കൂടുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് കൂടുമ്പോൾ പോലും ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അതിൻ്റെ പാർട്ടി ഘടന അങ്ങനെയല്ലല്ലോ. സ്റ്റേറ്റ് മെമ്പറെ സംബന്ധിച്ച് ഇപ്പോൾ 3 മാസം ഒരിക്കലാണ് അത് കൂടുന്നത് നമുക്കറിയാം. ഇപ്പോൾ ഇനി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുമ്പോൾ സ്റ്റേറ്റ് സെക്രട്ടറിമാർ അതത് സ്റ്റേറ്റുകളുടെ റിപ്പോർട്ട് അവതരിപ്പിക്കും. അവിടെ എന്തായാലും ഈ ചർച്ച വരാനിടയില്ല. പിന്നെ ആരെങ്കിലും ചർച്ച ചെയ്താലാണ് ഉണ്ടാവുക. അത്തരത്തിലുള്ള ഗൗരവമാണുള്ളത്. പക്ഷേ ഘടകകക്ഷികളുടെ അഭിപ്രായം അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല എന്നൊന്നും അതിനകത്ത് അർത്ഥമില്ലല്ലോ. പറയാം. അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഇക്കാര്യത്തിൽ ഉണ്ടാകത്തക്ക നിലയിലൊരു ഡാമേജിങ് എഫക്റ്റ് ഇതുവരെ ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എന്ന് വേണമല്ലോ ഞാൻ അനുമാനിക്കുന്നത്. അങ്ങനെയാണ്, പൊതുവിൽ കരുതുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതല്ലാതെ EP ജയരാജൻ ഞാൻ പറയുന്നത് മറ്റൊരു ഭാഗമാണ് ഗോപീഷൻ. ഞാൻ പറയുന്നത് ഇത്തരത്തിലൊന്നല്ല. ആ ഭാഗം എനിക്ക് മനസ്സിലായി. താങ്കൾ പറയുന്നത് ധാരാളം കഥകൾ പ്രചരിക്കുന്നുണ്ടെന്നുള്ളതൊക്കെയാണ്. ശ്രീ M. ജയചന്ദ്രൻ, മാധ്യമരംഗത്തുള്ള ആളുകൾ എന്ന നിലയിൽ എനിക്കും താങ്കൾക്കും ഒക്കെ അറിയാം. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പ്രശ്നം അതൊന്നുമല്ല. പ്രശ്നം EP ജയരാജന്റെ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയായിരുന്നു? എന്തായിരുന്നു അതിന് പിന്നിൽ പ്രവർത്തിച്ച താല്പര്യം? എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ ആരോപണം CPMനെതിരെ ഉയർന്നു നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് അത് മുഖ്യമന്ത്രിയിലേക്ക് തിരിക്കാൻ പാകത്തിൽ അത് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ഒരു ആയുധമായി നിൽക്കുന്നത്? ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അവിടെ EP ജയരാജൻ പറയാണ് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്, മാധ്യമങ്ങൾ ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടെന്ന്. നേരത്തെ ശ്രീ ജോസഫ് C. മാത്യു പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന യുക്തിസഹമായ മറുപടി അല്ല EP ജയരാജൻ പറഞ്ഞിരിക്കുന്നത് എന്നിടത്താണ് ഇതിന് പാർട്ടി മറുപടി പറയേണ്ടത് എന്ന ചോദ്യം പ്രസക്തമാകുന്നത്. ഞാൻ ഒരൊറ്റ നിമിഷം താങ്കളിലേക്ക് വരാം, മറ്റ് അതിഥികളിലേക്ക് കൂടി പോയ ശേഷം. 24 മിനിറ്റ് കഴിഞ്ഞതുകൊണ്ട് ശ്രീ BJP പ്രതിനിധി ശ്രീ TP ജയചന്ദ്രൻ. ശ്രീ TP ജയചന്ദ്രൻ, എന്തായാലും ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഒരു ഭാഗത്ത് BJP ഉണ്ട്. അതായത് പിടിച്ചുകൊണ്ടുവരാൻ പറ്റുന്ന ആളുകളെയൊക്കെ ഏത് വിധേനയും ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി നീക്കങ്ങൾ നടത്തുന്നുവെന്നും ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ളവരുടെ സഹായം BJP സ്വീകരിക്കുന്നുണ്ടെന്നും, അങ്ങനെ EP ജയരാജനും പ്രകാശ് ജാവ്ദേക്കറെയും കൊണ്ട് ദല്ലാൽ നന്ദകുമാർ EP ജയരാജന്റെ മകന്റെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലേക്ക് പോയി എന്നും അവിടെ കൂടിക്കാഴ്ച നടന്നു എന്നുമൊക്കെ ഉള്ളത് പകൽ പോലെ നമ്മുടെ മുന്നിൽ വ്യക്തമായി കിടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണോ? ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ തന്നെ അത് പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ തന്ത്രം ഉപയോഗിച്ചാണോ BJP ആളുകളെ ഈ പാർട്ടിയിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നത്? അതുകൊണ്ട് CPMും BJPയും തമ്മിലുള്ള ഒരു അന്തർധാര പ്രവർത്തിക്കുന്നുണ്ടെന്നൊരു രാഷ്ട്രീയ ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി BJP ചർച്ചയിൽ ഇടനിലക്കാരനായി EP ജയരാജൻ എന്ന ആക്ഷേപമാണ്
പ്രതിപക്ഷം കേരളത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. BJP ഒരു ഭാഗത്ത് ഈ പണിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജനപിന്തുണ ആർജിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ തലങ്ങളിൽ ആശയ സംവാദവും ആശയവിനിമയവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അതുമാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്നു അൺടച്ചബിലിറ്റി ഈസ് എ ക്രൈം. ദാറ്റ് അൺടച്ചബിലിറ്റി ഈസ് എ ക്രൈം ഈവൺ ഇൻ പൊളിറ്റിക്സ്. ഒരുപക്ഷെ ഗോപീകൃഷ്ണൻ ഓർക്കുന്നുണ്ടാകും, കേരളത്തിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മരണപ്പെട്ട സമയത്ത് വാജ്പേയി സർക്കാർ അധികാരമേറ്റെടുത്ത അന്നേ ദിവസം തന്നെ കേന്ദ്രമന്ത്രിസഭാ യോഗം ഉടനെ വെട്ടിച്ചുരുക്കി ഒരുപക്ഷെ മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും BJP-ക്കാരും പരസ്പരം കാണാനോ ഉട്കാനോ തയ്യാറാവാത്തൊരു മുഹൂർത്തത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് വന്ന് കേരളത്തിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹത്തെ സന്ദർശിച്ച് ആദരാഞ്ജലി അർപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. BJP അത്തരത്തിലുള്ള അൺടച്ചബിലിറ്റിയിൽ വിശ്വസിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വാതിലുകൾ മലക്കെ തുറന്നിട്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, പൊതുപ്രവർത്തകന്മാർ, സാംസ്കാരിക പ്രവർത്തകന്മാർ, ബുദ്ധിജീവികൾ, വ്യാപാരികൾ, വ്യവസായികൾ എന്ന് തുടങ്ങി സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുംപ്പെട്ട ആളുകളുമായി ആശയ സംവാദം നടത്തുന്ന ഒരു പാർട്ടിയാണ്. അതിനകത്തുള്ള അതിപ്പോൾ BJP മാർക്സിസ്റ്റ് പാർട്ടി മാത്രമായിട്ടൊന്നുമല്ല. ഇപ്പം നമുക്കറിയാമല്ലോ, AK ആൻ്റണിയുടെ മകൻ, കരുണാകരൻ്റെ മകൾ, വയനാട്ടിലെ DCCയുടെ പ്രസിഡന്റ്, KPCC പ്രസിഡന്റിൻ്റെ മുൻ PA, പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടോടെ പറിച്ച് BJP-യിൽ വന്നു. ഇതൊക്കെ ഒരു പച്ചയായ പരമാർത്ഥമാണ്. BJP-യുടെ സ്ട്രാറ്റജിയാണിത്. അതിൽ ഞങ്ങൾ മറച്ചു വെച്ചിട്ടൊന്നുമില്ല. ഇപ്പം BJP ഇദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്ന് BJP പറഞ്ഞിട്ടില്ല. പക്ഷെ അതെന്താണെന്ന് വെളിപ്പെടുത്തുന്നത് ഭാരതീയ ജനതാ പാർട്ടി അതൊരു മാന്യതയല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ആ സ്ട്രാറ്റജിയിൽ ഇത് പെടുമോ? അതായത് ജയേന്ദ്ര മാസ്റ്റർ, ആ സ്ട്രാറ്റജിയിൽ ഇടതുമുന്നണി ഇവിടെ BJP-ക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ സഹായിച്ചാൽ ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ടുണ്ടായിരുന്ന SNC ലാവ്ലിൻ കേസും സ്വർണ്ണക്കടത്ത് കേസും ഒക്കെ സെറ്റിൽ ചെയ്തു തരാം എന്ന് പറഞ്ഞാണോ ആ സ്ട്രാറ്റജി കേരളത്തിൽ BJP വർക്കൗട്ട് ചെയ്യുന്നത്? അല്ല, അങ്ങനെ ഒരു കാര്യം ഭാരതീയ ജനതാ പാർട്ടി എന്തായാലും ശരിവെച്ചിട്ടില്ല. അല്ല, അങ്ങനെ ഒരു കാര്യം ഈ ദല്ലാൽ നന്ദകുമാർ ആരോപിച്ചു. ഗവൺമെന്റ് ഒന്നും ചെയ്യാനുമില്ല. എൻ്റെ അറിവിൽ നിങ്ങൾ ഈ പറഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്ത് കേസോ മുഖ്യമന്ത്രിയുടെ മാസപ്പടി കേസോ അന്വേഷണം ഇതുവരെ മരവിപ്പിച്ചിട്ടില്ല. പിന്നെ മാധ്യമങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ മാധ്യമങ്ങളല്ലല്ലോ വികാസത്തെക്കുറിച്ചും ആശങ്ക പങ്കുവെക്കും. ജയേന്ദ്ര മാസ്റ്റർ, മാധ്യമങ്ങളല്ലല്ലോ ഇത് പറഞ്ഞത്. ഇത് പറഞ്ഞത് പ്രകാശ് ജാവ്ദേക്കറെ EP ജയരാജന്റെ വീട്ടിൽ കൊണ്ടുപോയി എത്തിച്ച ദല്ലാൽ നന്ദകുമാറാണ്. എന്താ നന്ദകുമാറിന്റെ കൂടെ പോയത് കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്കോ ന്യൂസിനോ കേരളത്തിനോ ഇന്ത്യ രാജ്യത്തിനോ? ആ ദല്ലാൽ നന്ദകുമാറാണ് പറയുന്നത്. കൊണ്ടുചെന്ന് എത്തിച്ചപ്പോൾ സംസാരിച്ച വിഷയങ്ങൾ ഇതൊക്കെയാണ്. EP-യുടെ സഹായം തേടുകയായിരുന്നു. കേരളത്തിൽ ഇടതുമുന്നണിയുടെ സഹായത്തോടുകൂടി BJP-ക്ക് ഒരു സീറ്റ് കിട്ടാൻ, അതിനുവേണ്ടി ഇടനില നിൽക്കാൻ വേണ്ടി, അതിനുവേണ്ടി പറഞ്ഞ തിരിച്ചു കൊടുത്ത ഉറപ്പും വാഗ്ദാനവുമായിരുന്നു SNC ലാവ്ലിൻ കേസും സ്വർണ്ണക്കടത്ത് കേസും ഒക്കെ സെറ്റിൽ ചെയ്തു കൊടുക്കാമെന്ന വാഗ്ദാനം. ഞാൻ പറഞ്ഞതല്ല, ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത് വെളിപ്പെടുത്തി. ദല്ലാൽ നന്ദകുമാറിന്റെ വാക്കുകൾ ഗോപികൃഷ്ണനും 24 ന്യൂസും വിശ്വസിക്കുന്നുവോ? എനിക്കറിയില്ല. പ്രകാശ് ജാവ്ദേക്കർ വിശ്വസിച്ചോ? പ്രകാശ് ജാവ്ദേക്കർ എന്ത് വിശ്വസിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ കൂടെ പോയത്? 24-നെയും ഗോപികൃഷ്ണനൊക്കെ വിടൂ. ഞങ്ങളൊക്കെ എത്രയാ ഈ കേസിൽ? ഞങ്ങളല്ലല്ലോ കക്ഷികൾ. പ്രകാശ് ജാവ്ദേക്കർ എന്ത് വിശ്വസിച്ചാണ് പോയത്? നിങ്ങൾ ചോദ്യം അവസാനിപ്പിച്ചെങ്കിൽ ഞാൻ ഉത്തരം പറയാം. ഞാൻ പറയുന്നത് ദല്ലാൽ നന്ദകുമാർ പലപ്പോഴും പലതും പറഞ്ഞിട്ടുണ്ട്. അതിലേതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു കാര്യം തുറന്നു പറയും. ഞങ്ങൾ ചില നേതാക്കന്മാർ കൂട്ടായും ഒറ്റയ്ക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ ദൗത്യങ്ങൾ നിറവേറ്റാൻ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടേതായ ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യം ഭാരതീയ ജനതാ പാർട്ടി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ആശ്രമം നടത്താനല്ല. ഞങ്ങൾ സർവസംഘ പരിത്യാഗികളുടെ പ്രസ്ഥാനവുമല്ല. BJP ഈസ് എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ. ഭാരതീയ ജനതാ പാർട്ടി മറ്റ് പ്രസ്ഥാനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തും. ഭാരതീയ ജനതാ പാർട്ടി വാതിലുകൾ ആർക്കു വേണ്ടിയും തുറന്നു കിടക്കും. കരുണാകരൻ്റെ മകൾ BJP-യിൽ വരുമെന്ന് ഗോപികൃഷ്ണൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമായിരുന്നോ? AK ആന്റണിയുടെ മകൻ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയൊന്നും വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നോ? അബ്ദുള്ളക്കുട്ടിയും അൽഫോൺസ് കണ്ണന്താനം പോലുള്ള ആളുകൾ BJP-യിൽ ഒന്ന് വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നോ? KPCCയുടെ പ്രസിഡന്റിന് മുന്നിൽ ആൾ തുറക്കാൻ സാധിക്കും. അത് BJP-യുടെ സ്ട്രാറ്റജിയാണ്. BJP വളരുന്നു. ഒരു കാര്യം ഗോപികൃഷ്ണൻ ഞങ്ങൾ ഉറക്കെ പറയും, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ മാധ്യമപ്രവർത്തകന്മാരും ബുദ്ധിജീവി രാഷ്ട്രീയക്കാരും ഇത് കേരളമാണ്, ഇത് ആർക്കോ സ്ത്രീധനം കിട്ടിയ മുതലാണ്. BJP അങ്ങനെയൊന്നും വളരാൻ പോകുന്നില്ല. ഏതായാലും NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്ന് പണം നൽകാമെന്ന് ശോഭാ സുരേന്ദ്രൻ ഉറപ്പ് കൊടുത്തിരുന്നു എന്നാണ്. ദല്ലാൽ നന്ദകുമാറിന് ആരാണ്? പ്രകാശ് ജാവ്ദേക്കർ ഒപ്പം പോയ ദല്ലാൽ നന്ദകുമാറിന്. അനിൽ ആന്റണി 25 ലക്ഷം രൂപ
തട്ടിയെടുക്കുകയും പിന്നീട് എന്നേക്കാൾ വലിയ സൂപ്പർ ദല്ലാളാണ് അനിൽ ആന്റണി എന്നാണ് ഈ നന്ദകുമാർ ഉന്നയിച്ച ആരോപണം. അപ്പോൾ ഇങ്ങനെ ആരോപണ വിധേയരായ ആളുകൾ, നന്ദകുമാറിന്റെ ആരോപണങ്ങൾ പലപ്പോഴും പലതും വാസ്തവ വിരുദ്ധവും വൈരുദ്ധ്യമുള്ളതാണ്. അതിന്റെ വിശ്വാസ്യതയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നമുക്കത് വിശ്വസിക്കാം. എന്നെ വിട്ടേക്കൂ ജയേന്ദ്ര മാസ്റ്റർ. ഞാൻ ഇതിൽ ആരാണ്? ഞാൻ ചോദിക്കുന്നത്, പ്രകാശ് ജാവ്ദേക്കർ EP ജയരാജന്റെ വീട്ടിൽ പോയത് ദല്ലാൽ നന്ദകുമാറിനൊപ്പമാണ്. എന്താണ് അവർ തമ്മിലുള്ള ബന്ധം? എന്തായിരുന്നു ആ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം? എന്ത് കാര്യങ്ങളാണ് ആ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യപ്പെട്ടത്? BJPയിലേക്ക് ആളുകൾ ഒഴുകി വരികയാണെങ്കിൽ ദല്ലാൽ നന്ദകുമാറിനെ പോലെ ഒരാളെ ഇടനിലക്കാരനാക്കിയിട്ടാണോ പ്രകാശ് ജാവ്ദേക്കർ EP സംസാരിക്കേണ്ടത്? മറുപടി പറയേണ്ടത് ഞാനല്ല, താങ്കളാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, BJPയുടെ സ്ട്രാറ്റജി വെളിപ്പെടുത്താനുള്ള വേദി 24 ന്യൂസ് അല്ല. അവിടെ എന്തിനു പോയി എന്ന് വെളിപ്പെടുത്തേണ്ടത് താങ്കൾ ഈ പറഞ്ഞ മാതിരി EP ജയരാജനാണ്. അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറാണ്. KSYFന്റെ സംസ്ഥാന പ്രസിഡന്റും DYFIയുടെ ഓൾ ഇന്ത്യ ഭാരവാഹിയുമൊക്കെ പ്രവർത്തിച്ച ആളാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഞങ്ങളല്ലല്ലോ വെളിപ്പെടുത്തണം. ഞങ്ങൾ ഒരു കാര്യം നിഷേധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടിട്ടില്ല എന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിന് സ്ഥിരീകരണവും നടത്തിയിട്ടുണ്ട്. ബാക്കി BJPയുടെ സ്ട്രാറ്റജി ഏത് എന്ന് ഒരു പബ്ലിക് ഫ്ലോറിൽ ചർച്ച ചെയ്യുന്നത് ശരി. ഞാൻ വരാം. ശ്രീ റിജിൽ മാക്കുറ്റി, മുഖ്യമന്ത്രിയും BJP ചർച്ചയിൽ ഇടനിലക്കാരനാണ് EP ജയരാജൻ. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. ഈ ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള കൂട്ടിനെ കുറിച്ച് മാത്രമേ മുഖ്യമന്ത്രിക്ക് വിമർശനമുള്ളൂ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. നിങ്ങൾ എന്ത് മനസ്സിലാക്കിയാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്? ശ്രീ ഗോപികൃഷ്ണൻ, ഇപ്പോൾ ഞാൻ ഈ ചർച്ച മുഴുവൻ കേൾക്കുമ്പോൾ ഇതിനകത്ത് BJPയുടെ പ്രതിനിധിയും അതുപോലെ CPMന്റെ സഹയാത്രികനും പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഇതിനകത്ത് വലിയ രൂപത്തിലുള്ള പൊരുത്തക്കേടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. യഥാർത്ഥത്തിൽ BJP ലക്ഷ്യമിടുന്നത് അങ്ങനെയാണ്. ഇത്തരം അഴിമതിക്കാരായ ആളുകളെ തങ്ങളുടെ കൂടെ കൊണ്ടുവരാൻ ഭയപ്പെടുത്തുക അല്ലെങ്കിൽ സ്വാധീനിക്കുക. ഈ കാര്യങ്ങളാണ് ഈ EP ജയരാജനുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടും ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ കൃത്യമായൊരു കാര്യമാണ്. ഇപ്പോൾ മാർച്ച് 5-ാം തീയതിയാണ് ഈ ജാവേദ്കർ ഇപ്പോൾ അതുവഴി അദ്ദേഹത്തിൻ്റെ കാറിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ടയർ പഞ്ചറായ സമയത്ത് EP ജയരാജൻ്റെ വീട്ടിന് മുമ്പിൽ അദ്ദേഹം ഇരിക്കുന്നു. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് ജയരാജനെ കണ്ട് അങ്ങ് കയറി ഒരു നാരങ്ങ വെള്ളം കുടിച്ച് തിരിച്ചു വന്നതല്ലല്ലോ സംഭവം. അങ്ങനെയാണോ? അങ്ങനെയല്ല. കാരണം 1-ാം തീയതിയാണ് ഇദ്ദേഹത്തിൻ്റെ EP ജയരാജൻ്റെ വൈദേഹം റിസോർട്ടിൽ EDയുടെ റെയ്ഡുമായി ബന്ധപ്പെട്ട കാര്യം നടക്കുന്നത്. 5-ാം തീയതിയാണ് പ്രകാശ് ജാവേദ്കർ അവിടെ വരുന്നത്. ഈ മാർച്ച് 5-ാം തീയതി ഈ വീട്ടിൽ വരുന്നു. അങ്ങനെ വരണമെങ്കിൽ എന്താണ് അതിൻ്റെ കാര്യമെന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. അതിനുശേഷമാണ് എന്ത് നടക്കുന്നത്? വൈദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും അവിടെ നിർത്തിയെന്ന് മാത്രമല്ല, BJPയുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ഡീല്, ഈ വൈദേഹവും നിരാമയും തമ്മിൽ ഒന്നിച്ച് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ഡീൽ അവിടെ നടക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ EP ജയരാജൻ ഉണ്ടാക്കി വെച്ച പണം, ആ പണത്തിൻ്റെ പേരിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള സ്വത്തുകളും അതോടെ സ്വത്തുവകകളും എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വന്നു കഴിഞ്ഞാൽ മുമ്പോട്ട് പോയാൽ ജയിലിലേക്ക് പോകണം എന്ന ഒരു സാഹചര്യം വന്നപ്പോൾ, ജയിലിലേക്ക് പോകണ്ട, ഞങ്ങളെ കൂടെ നിന്നാൽ, ഞങ്ങളുമായി സഹകരിച്ചാൽ നിങ്ങൾക്ക് നല്ല ഇടം തരാം. അതുമായി ബന്ധപ്പെട്ട് മറുഭാഗത്ത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അഴിമതിയും അതോടൊപ്പം സ്വർണ്ണക്കള്ളക്കടത്തും അതോടൊപ്പം നമ്മുടെ മാസപ്പടി ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും ഒരു ഭാഗത്തുണ്ടല്ലോ, മറ്റേ ഭാഗത്ത് അഴിമതി നടക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഞങ്ങളുടെ സഹായം കൊണ്ട് നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കാം. അതിന് ഞങ്ങൾക്ക് ചെയ്യേണ്ടത് കേരളത്തിൽ ഒരു സീറ്റാണ്. അതാണ് ഡീല്. ആ ഡീലിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. മാത്രമല്ല, ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം EP ജയരാജൻ്റെ മകൻ ജിതിൻ എന്ന് പറയുന്ന രാജു എന്ന് വിളിക്കുന്ന EP ജയരാജൻ്റെ മകൻ, അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റ് ആക്കുളത്തെ ഫ്ലാറ്റാണ്. ആക്കുളത്തെ ഫ്ലാറ്റ് ഏകദേശം 2 കോടി രൂപയോളം മുതൽ വരുന്ന ഒരു വലിയ ഫ്ലാറ്റാണ്. എന്താണ് EP ജയരാജൻ്റെ മകൻ്റെ ജോലി എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ ജോലി അഖിൽ ക്ലാസിക് എന്ന് പറയുന്ന തിരുവനന്തപുരത്തൊരു ഹോട്ടലിൽ ഒരു മേനേജറാണ്. ഒരു മേനേജറായ ഒരാൾക്ക് 2 കോടി രൂപ വിലയുള്ള ഒരു ഫ്ലാറ്റ് എടുത്ത് എങ്ങനെയാണ് ആഡംബരമായി അവിടെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ അഖിൽ എന്ന് പറയുന്ന ആൾക്ക് അത്ര വലിയ സാമ്പത്തികമായ സംവിധാനമില്ല. ദുബായിലൊക്കെ വർക്ക് ചെയ്ത് വലിയ സാമ്പത്തിക കേസിലൊക്കെ പെട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിട്ട ആളാണ് ഈ പറയുന്ന രാജു എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ മകൻ. അപ്പോൾ ആ മകനും അതോടൊപ്പം തന്നെ ഈ ദല്ലാൾ നന്ദകുമാറും തമ്മിലുള്ള ബന്ധം എത്ര ദൃഢമായിരിക്കും? ആ ദൃഢമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഈ EP ജയരാജനെ കാണാൻ അല്ലെങ്കിൽ EP ജയരാജനുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഈ പ്രകാശ് ജാവേദ്കറേയും കൂട്ടി ഇയാൾ വരുന്നത് ഇവിടെ. അപ്പോൾ ഈ മകന് ഇയാളുമായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ EP ജയരാജന് ബന്ധമുണ്ട്. അതായത് ഇങ്ങനെ നിങ്ങൾ ഒരു വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ നിങ്ങൾക്കെതിരെ ചൂണ്ടപ്പെടുന്നുണ്ട്. സുധാകരൻ BJPയിൽ പോകാൻ തയ്യാറായിരുന്നു എന്നും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിരുന്നു.
KPCC പ്രസിഡന്റ് സ്ഥാനം കിട്ടിയത് കൊണ്ട് പിന്മാറി അവസാന നിമിഷത്തിൽ എന്നാണ്. പിന്നെ പോയി BJP ക്യാമ്പിലുള്ളത് AK ആന്റണിയുടെ മകനും K കരുണാകരന്റെ മകളുമാണ്. ഞാൻ പറയട്ടെ ശ്രീ ഗോപികൃഷ്ണൻ, ഈ K സുധാകരനെതിരായിട്ടുള്ള ആരോപണങ്ങൾ വ്യാപകമായി ഇവർ പറയുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് നന്ദകുമാറിനെ ഞങ്ങളാരും മുഖവിലക്ക് എടുക്കുന്നില്ലല്ലോ. പക്ഷെ നന്ദകുമാറെ മുഖവിലക്ക് എടുക്കുന്നത് ആരാ? BJPയുടെ നേതൃത്വമാണ്. ഇപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞു EP ജയരാജനുമായി ചർച്ച നടത്തി ഞങ്ങൾ അറിവോടുകൂടിയാണ്. അപ്പോൾ ഇപ്പോൾ പറയുന്നു, ജയേന്ദ്ര മാഷ് പറയുന്നു നന്ദകുമാരെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. എങ്ങനെയാണ് ഈ നന്ദകുമാറിൻ്റെ കൂടെ ഈ പ്രകാശ് ജാവ്ദേക്കർ അവിടെ പോയത് എന്ന ചോദ്യത്തിന് BJPയുടെ വക്താവ് ഉത്തരം പറഞ്ഞിട്ടില്ല. അപ്പോൾ നന്ദകുമാറിനെ പോലെയുള്ള ഏറ്റവും ദല്ലാളന്മാരെ വരെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ വലവീഴ്ച പിടിക്കാൻ ഇവർ തയ്യാറാകുന്നു എന്നുള്ളതല്ലേ പക്ഷെ അതേസമയം പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെട്ട രമേശ് ചെന്നിത്തലയും BJP ഈ വേണ്ടത്ര പദവികൾ കിട്ടാതെ അല്ലെങ്കിൽ പരിഗണിക്കപ്പെടാതിരുന്ന K മുരളീധരനും ഒക്കെയായും ഇതേപോലെ സമാനമായ രീതിയിൽ സംഭാഷണങ്ങൾ നടത്തുകയും സാഹചര്യങ്ങൾ വിലയിരുത്തപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന ആക്ഷേപവും താങ്കൾ വിശ്വാസത്തിലെടുക്കാത്ത TG നന്ദകുമാർ ഉന്നയിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് ഇന്നയാൾ ഇന്ന പാർട്ടി എന്നൊന്നുമില്ല, BJPയുമായി കണക്ട് ചെയ്യാനുള്ള ഒരു ലിങ്കായി TG നന്ദകുമാർ പ്രവർത്തിച്ചു. അയാൾക്കൊപ്പമാണ് പ്രകാശ് ജാവ്ദേക്കർ പോയത്. ഇങ്ങനെയാണ് അതെല്ലാം കണക്ട് ചെയ്ത് കിടക്കുന്നത് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച്. അല്ല, ഞാൻ എൻ്റെ വാദം അല്ല എൻ്റെ വാദം അങ്ങനെയല്ല നിങ്ങൾ പറയുന്നത് പോലെയല്ല. അതിനകത്ത് ഈ പറയുന്ന TG നന്ദകുമാർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് K മുരളീധരനോ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയോ ഇവരുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും വന്നു കണ്ടു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. EP ജയരാജനാണ് പറയുന്നത് TG നന്ദകുമാറിൻ്റെ കൂടെ ഈ പ്രകാശ് ജാവ്ദേക്കർ എന്ന് പറയുന്ന BJPയുടെ പ്രഭാരി എൻ്റെ വീട്ടിൽ മകൻ്റെ ബർത്ത്ഡേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മകൻ്റെ ബർത്ത്ഡേക്ക് വരണമെങ്കിൽ ഒരു ക്ഷണിക്കാതെ ഒരു അതിഥി അവിടെ കയറുക, പ്രത്യേകിച്ച് ഒരു വീടല്ല, ഒരു ഫ്ലാറ്റിലേക്ക് കയറി വരണമെങ്കിൽ മുൻകൂട്ടി അനുമതി ഉൾപ്പെടെ വാങ്ങണ്ടേ? ഒരാൾ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഫ്ലാറ്റിനകത്ത് ആളെ കയറ്റിവിടില്ലല്ലോ. നമുക്കറിയാം നാട്ടിലെ ഫ്ലാറ്റിലെ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മുൻകൂട്ടി തീരുമാനിച്ച് വിളിച്ച് ഉറപ്പിച്ച് തന്നെയാണ് അവിടെ വന്നത് എന്നുള്ള വസ്തുതയല്ലേ. അപ്പോൾ ഞങ്ങളുടെ വിഷയം എന്താണെന്നറിയോ? ഈ EP ജയരാജൻ മന്ത്രിയായ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള പണം, ആ പണത്തിൻ്റെ പേരിൽ ഫ്ലാറ്റ് വാങ്ങിയതും ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഈ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം മകൻ്റെ പേരിൽ അവിടെ ഫ്ലാറ്റ് വാങ്ങിയത്. അതോടൊപ്പം തന്നെ കേവലം 89 ലക്ഷം രൂപയാണ് ഇവിടെ വൈദേഹ റിസോർട്ടിന് അദ്ദേഹം ചെലവഴിച്ചെന്ന് പറയുമ്പോൾ 30 കോടി രൂപയോളം ആസ്തിയുണ്ട് ആ സ്ഥാപനത്തിന്. നിങ്ങൾ പരിശോധിക്കണം ഈ പണം ആരുടേതാണ്. അപ്പോൾ ഈ പണം നിലനിർത്തുന്നതിന് വേണ്ടി BJPയുമായി കൂട്ടുകൂടാൻ, BJP നേതൃത്വവുമായി കൂട്ടുകൂടാൻ ഒരു മടിയുമില്ല എന്നുള്ളതാണ് EP ജയരാജൻ തെളിയിച്ചത്. ഇപ്പോൾ ഞങ്ങളാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നത്, ഞങ്ങളാണ് BJPക്കെതിരെ പോരാടുന്നത് എന്ന് സുധാകരനെതിരെയും K മുരളീധരനെ കുറിച്ചും രമേശ് ചെന്നിത്തലയെ കുറിച്ചും പറഞ്ഞതൊക്കെ തന്നെ EP കുറിച്ചുമുള്ളൂ. അപ്പോൾ EP മാത്രം ഇതിനകത്ത് വലിയ കുറ്റക്കാരനും ബാക്കി എല്ലാവരും പരിശുദ്ധരുമായിട്ട് നമുക്ക് കാണാൻ കഴിയുമോ? ഈ അല്ല നന്ദകുമാർ പറഞ്ഞ ആരോപണത്തിനകത്ത് പ്രഭാരിയായിട്ടുള്ള ഈ പറയുന്ന പ്രകാശ് ജാവ്ദേക്കർ ഇവരുടെ വീട്ടിൽ പോയിനോ? അവരാരും നീ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ചു നോക്ക്, അവരുടെ വീട്ടിൽ അവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ? നന്ദകുമാർ പറഞ്ഞതല്ലല്ലോ, EP ജയരാജൻ സമ്മതിച്ചല്ലോ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. എൻ്റെ വീട്ടിൽ വന്നത് ആരോ കൂടെ? നന്ദകുമാറിന്റെ കൂടെ വന്നു എന്നുള്ളതാണ്. ഈ നന്ദകുമാറുമായി ബന്ധമുള്ള K സുധാകരന് വേണ്ടിയുള്ള സാമ്പത്തിക ഭൗതിക സാഹചര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത തീരുമാനത്തിലെത്തിയിരുന്നു. ആരാ പറഞ്ഞത്? ദല്ലാൽ നന്ദകുമാർ. K മുരളീധരനുമായും പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെട്ട രമേശ് ചെന്നിത്തലയുമായും BJPയിൽ ചേരുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ആരാ പറഞ്ഞത്? പ്രകാശ് ജാവ്ദേക്കർ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞു എന്ന് ദല്ലാൽ നന്ദകുമാർ. കൂടെ പോയില്ല, ഒപ്പം പോയില്ല എന്നത് ശരി, പക്ഷെ ആരോപണം ഉന്നയിച്ചപ്പോൾ ഇതെല്ലാം ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല EPയെ കുറിച്ച് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ ഭാഗത്ത് അദ്ദേഹത്തിന് നൽകിയ ഓഫറുകൾ നിരസിച്ചു എന്നുകൂടിയാണ് പറയുന്നത്. ഞാൻ പറയട്ടെ അദ്ദേഹത്തിന് കിട്ടിയ ഓഫർ നിരസിച്ചു എങ്കിൽ ഇത് സാമ്പത്തിക ഡീലാണ്. ഈ സാമ്പത്തിക അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ED അന്വേഷിച്ചു കഴിഞ്ഞാൽ ജയരാജനുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ജയരാജൻ ജയിലിലേക്ക് പോകും. അതുമായി ബന്ധപ്പെട്ട ഡീൽ ഉറപ്പിക്കാനാണ് അവിടെ പോയത്. BJPയിൽ പോകുമോ ഇല്ല എന്ന് മറ്റൊരു കാര്യമാണ്. അപ്പോൾ BJP നേതാക്കന്മാരുമായി ഇത്തരം കാര്യങ്ങൾ ബന്ധപ്പെടാനും ചർച്ച ചെയ്യപ്പെടാനും കേസിൽ നിന്ന് ഊരാനും ഒരു മടിയുമില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട തെളിവല്ലേ? EP ജയരാജൻ ഉണ്ടാക്കി വെച്ച പണതുമായി ബന്ധപ്പെട്ടതിന്റെ കൃത്യമായ അന്വേഷണം എവിടെയെത്തി? ഇപ്പോൾ BJPയുമായി ബന്ധപ്പെട്ട എൻ്റെ പോയിന്റ് തീർന്നിട്ടില്ല. BJPയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയും ഞങ്ങൾ അന്വേഷിക്കുന്നു. എവിടെയാണ് അന്വേഷണം എത്തിയിട്ടുള്ളത്? എവിടെയാണ് ഈ വൈദേഹവുമായി ബന്ധപ്പെട്ട അന്വേഷണം എവിടെയെത്തി? ആ വൈദേഹത്തിനകത്ത് BJP നേതാവായിട്ടുള്ള കേന്ദ്രമന്ത്രിയുമായി ഒന്നിച്ച് ബിസിനസ് നടത്തുന്ന നേതാവ് CPM നേതാവല്ലേ? K സുധാകരനോ രമേശ് ചെന്നിത്തലയോ K മുരളീധരനോ ആണോ? അല്ലല്ലോ. ഇവരുടെ നേതാക്കന്മാർക്കല്ലേ? അവർക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയും, ഈ നാട്ടിലെ സാധാരണക്കാർ CPM അവർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലാൻ പോകുന്നു. ഞാൻ മനസ്സിലാക്കുന്നത്
EP ജയരാജന്റെ വീട്ടിനടുത്ത് തന്നെ 2 രക്തസാക്ഷികളുണ്ട്. RSSകാർ കൊല്ലപ്പെട്ട KV സുധീഷ് ഉൾപ്പെടെയുള്ള രക്തസാക്ഷികളുണ്ട്. RSSകാർ കൊലയപ്പെട്ടതാണ്. എത്രയോ ആളുകൾ ജയിലിൽ കിടക്കുന്നുണ്ട്, ബോംബുണ്ടാക്കി മരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്, ആർക്കെതിരെയാണ് നിങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുന്നത്? ഈ നാട്ടിലെ പാവപ്പെട്ട CPM-ന്റെ അണികളെ ഇതിനെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പണം സംരക്ഷിക്കാനും അധികാരം നിലനിർത്താനും വേണ്ടിയും ഈ BJP നേതാക്കന്മാരുമായി കൂട്ടുകൂടാനും ഡീല് നടത്താനും ഒരു മടിയുമില്ലാത്ത നേതൃത്വമായി CPM-ന്റെ നേതൃത്വം പറയുമ്പോൾ ഈ ആക്ഷേപമൊക്കെ കോൺഗ്രസിനെതിരെ നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇടവേളയിലേക്ക് പോകുന്നു. ഞാൻ ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. EP ജയരാജൻ ഈ കേസിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്നാണ് എൻകൗണ്ടർ എന്ന് പരിശോധിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം ഈ അതിഥികളുമായി നമുക്ക് തിരികെ എത്താം. ശ്രീ ജോസഫ് സി മാത്യു, ഇവിടെ ശ്രീ M ജയചന്ദ്രൻ പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ? ഒരുപാട് കഥകൾ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ പ്ലോട്ടും നടന്നു എന്ന രീതിയിൽ ഫ്ലോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. CPM-നെ സംബന്ധിച്ച് ഇതൊരു വലിയ ഡാമേജിങ് ഇഷ്യൂ അല്ല. ഈ LDF കൺവീനർ സ്ഥാനത്ത് മാറ്റണമെന്നുള്ള CPയുടെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും ആ നിലയ്ക്ക് വലിയ തരത്തിൽ ഗൗരവമുള്ളതായി മാറാൻ പോകുന്നില്ല എന്നാണ്. ഗോപികൃഷ്ണൻ, ഞാൻ അങ്ങനെ കരുതുന്നില്ല. അതായത് EPക്കെതിരെ നടപടി വരുമോ ഇല്ലയോ എന്നുള്ളത് മറ്റു പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്നുള്ളത് ഞാനും സമ്മതിക്കുന്നു. അതൊക്കെ പിന്നീട് തെളിയിക്കപ്പെടട്ടെ. പക്ഷേ എന്തു തന്നെ ആയാലും പാർട്ടിക്കും ഇടതു മുന്നണിക്കും ഒരുപാട് ഡാമേജ് വന്നു കഴിഞ്ഞു, ഇനിയും വരാനിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഈ പറഞ്ഞത് പലതും. നമ്മളും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഈ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി ഡൽഹിയിൽ പോയിരുന്നു എന്ന് പറയുന്നത് EPയോ പ്രധാനമന്ത്രിയോ ഏതെങ്കിലും രേഖകളോ സ്ഥിരീകരിച്ചാൽ പിന്നെ എന്ത് കാര്യം പറയും? മകന്റെ ഇവിടെ അപ്രതീക്ഷിതമായി കയറി വന്നതാണെന്നുള്ള കഥകൾക്കൊക്കെ എത്ര ആയുസുണ്ടാവും? അപ്പോൾ പിന്നെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ 90% ആയിരുന്നതാണ്, അപ്പോൾ മറ്റു ചില കാരണങ്ങളാൽ പിന്മാറി എന്നുള്ളതിന്റെ സ്ഥിരീകരണമാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു തവണയെ കൂടി കണ്ടിട്ടുള്ളൂ എന്ന് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്തരം പല കാര്യങ്ങൾ ഇവരൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഇതിന് ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. നിങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ പല നേതാക്കന്മാരെ കുറിച്ച് നന്ദകുമാർ ഇങ്ങനെ പറയുന്നുണ്ട്. നന്ദകുമാർ പറയുന്നത് അങ്ങനെ വിശ്വാസയോഗ്യമായി എടുക്കാവുന്നതല്ലെന്നുള്ളത് നമുക്കും അറിയാം. പക്ഷേ ഇത് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ കാര്യങ്ങൾ എന്തിന് എന്ന് പറയാനുള്ള ബാധ്യതയും കൂടി അവർക്കുണ്ട്. അവർ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർ പറയുന്നത് ചേർത്ത് വെച്ചിട്ട് അനുമാനിക്കാനല്ലേ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കഴിയുകയുള്ളൂ. ഇപ്പോൾ നന്ദകുമാർ ഈ കാര്യങ്ങൾ പറയുന്നു, EP ജയരാജൻ ഇത് സ്ഥിരീകരിക്കുന്നു, ഞങ്ങൾ കൂടിക്കണ്ടു എന്ന് സ്ഥിരീകരിക്കുന്നു. കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു അത് BJPയിൽ ചേരാൻ വേണ്ടി ആയിരുന്നില്ല, ഇന്ന കേസുകൾ രാജിയാക്കി ഇവിടെ BJPക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇതിൽ ഞങ്ങൾക്ക് മാനനഷ്ടം പോലും ഉണ്ടായ ഒന്നുമില്ല എന്നാണ് EP ജയരാജനും CPIM-നും BJPക്കും എല്ലാം തോന്നുന്നതെങ്കിൽ പിന്നെ ജനങ്ങൾക്ക് എന്ത് ചെയ്യാനൊക്കും? ഇദ്ദേഹം ഈ പറയുന്നത് ശരിയോ തെറ്റോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യം. അതായത് ഇവർ തമ്മിൽ ഇങ്ങനെ ധാരണ നടത്തി ഇവിടെ ജനങ്ങളുടെ മാൻഡേറ്റിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നും അതിനുവേണ്ടി അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്നും ഇവരോടൊപ്പം പോയി എന്ന് സ്ഥിരീകരിക്കപ്പെട്ട ഒരാൾ ആരെങ്കിലും തെരുവിൽ നിന്ന് പറഞ്ഞതല്ല, ഇവര് വിളിച്ചിരുത്തിയതാണ് ഇടയ്ക്ക്. അങ്ങനെയുള്ള ഒരാൾ പരസ്യമായി മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടും ഇവർക്ക് രണ്ട് കൂട്ടർക്കും അതിൽ വേവലാതി ഒന്നുമില്ലെങ്കിൽ അതൊന്നും പരിഗണിക്കേണ്ട, അങ്ങനെ അങ്ങ് പൊക്കോട്ടെ എന്നാണ് കരുതുന്നതെങ്കിൽ പിന്നെ ജനങ്ങൾ എന്ത് വിചാരിക്കണം? ഇങ്ങനെയാണ് രാഷ്ട്രീയം, ഇത് ഞങ്ങളുടെ തലേവിധി എന്ന് വിചാരിക്കണമെന്നാണോ ഇവർ കരുതുന്നത്? അപ്പോൾ അതുകൊണ്ട് ഇത് ഡാമേജ് ഇല്ലാതെ പോകുന്ന ഒരു വിഷയമാണ് എന്ന് ഞാൻ കരുതുന്നേയില്ല. ഇവിടെ നേരത്തെ ജയേന്ദ്രൻ സാർ പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങളൊന്നും. ഒന്നാമതെ അൺടച്ചബിലിറ്റി ആരെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ ആര് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗർഭസംഘ അഭിയാനും ഉത്തം സന്തതി പദ്ധതികളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രായോഗികമായി ഈ കാര്യത്തിൽ മാത്രം നോക്കൂ. ഞങ്ങൾ അങ്ങനെ പുറത്ത് പറയുന്നവരല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. 9 സംസ്ഥാനങ്ങളിലെ ദൗത്യം ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട അഖിലേന്ത്യാ നേതാവാണ് താൻ എന്നാണ് ശോഭാ സുരേന്ദ്രൻ നമ്മളോട് പറയുന്നത്. നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്, താമര ചിഹ്നത്തിൽ മത്സരിച്ച പ്രമുഖയായ സ്ഥാനാർത്ഥി. അവരാണ് ഈ വിഷയമെല്ലാം വിളിച്ചു പറയുന്നത്. അവർ പറഞ്ഞ ശേഷം ഞങ്ങൾ അങ്ങനെയൊന്നും പറയുന്ന ആളല്ല, ഞങ്ങൾ BJP വേറൊരു തരം പാർട്ടിയാണെന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഈ ശോഭാ സുരേന്ദ്രൻ ഈ പാർട്ടിയുടെ ഭാഗമല്ലേ? അപ്പോൾ അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ മരവിപ്പിച്ചിട്ടില്ല കേസ് എന്നാണ് പറയുന്നത്. ഈ കേസുകളെല്ലാം മരവിപ്പിച്ചു സർ. 2020 മുതൽ ഈ കേസുകളെല്ലാം അന്വേഷണം തുടങ്ങിയ ED ഉൾപ്പെടെ മരവിപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അൺടച്ചബിലിറ്റി വേണ്ട, ആരുമായിട്ടും സഹകരിക്കാം, എല്ലാവരോടും സഹകരിക്കുക, അവരെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യാം. നയരൂപീകരണത്തിൽ ഏർപ്പെടുത്തുന്നില്ല, അതൊക്കെ വേറെ കാര്യം, പോട്ടെ. പക്ഷെ അവരെ ഉൾപ്പെടുത്താം.
പക്ഷെ അതിന് സ്വീകരിക്കുന്ന നിലപാടെന്താണ്? നിങ്ങളുടെ ഐഡിയോളജി പറഞ്ഞുകൊണ്ടാണോ? സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ കൂടെ ചേർത്തുകൊണ്ട്? അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇതങ്ങനെയല്ല. ഇത് അഴിമതി കേസുകൾ ഉപയോഗിച്ചുകൊണ്ട്, അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട്, അന്വേഷണ ഏജൻസികൾ ഒരുക്കിയിട്ടിരിക്കുന്ന കളത്തിൽ ആളെ പിടിക്കാൻ വേണ്ടി ഈ തിരുട്ട് ഗ്രാമത്തിലും പിള്ളേരെപ്പിടുത്തക്കാരെ എല്ലാം ഉപയോഗിക്കുന്നത് പോലെ ഇതുപോലെ. എന്നിട്ട് ഇവരാരും ഓണപ്പ് ചെയ്യുന്നില്ലല്ലോ. ഇവരാരും ഓണപ്പ് ചെയ്യുന്നില്ല. നിങ്ങളുടെ അഖിലേന്ത്യാ നേതാക്കന്മാർ വരുമ്പോൾ നിങ്ങളാരുമല്ല കൂടെ പോകുന്നത്. അപ്പോൾ ഇത് വേറൊരു പ്രവർത്തന രീതി ഈ രാജ്യത്തെമ്പാടും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. കേരളം പോലെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ശരി, ശ്രീ നാളെ എം ഒരു ജയചന്ദ്രൻ, പക്ഷേ അതാണ് ഞങ്ങളുടെ പ്രവർത്തന രീതി എന്ന് ഏറ്റുപറഞ്ഞു. ശ്രീ എം ജയചന്ദ്രൻ, അതായത് വിശദീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നടപടി എടുക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പിന്നെ ജനങ്ങൾക്ക് മുന്നിൽ ഇതെല്ലാം അനുമാനിക്കുന്ന ഒരു നിലയിലേക്ക് പോവുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞത്. ശരിയല്ലേ അത്? അപ്പോൾ ഇത് ഗൗരവമില്ലാത്ത കാര്യമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അല്ല, അത് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഗൗരവമില്ലാത്ത കാര്യമാണെന്ന ഒരഭിപ്രായവും ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഡാമേജിങ് അല്ല എന്നുള്ള നിലയിലാണ് ഞാൻ അതിനെ സംബന്ധിച്ച് ഒരഭിപ്രായം പറഞ്ഞത്. അത് ഗൗരവമില്ലാത്തതൊന്നുമല്ല. ഗവേഷണം. പക്ഷേ ഒരു കാര്യം, ഈ റിജിൽ മാക്കുറ്റിയുടെ അഭിപ്രായം കേട്ടപ്പോൾ ഒരു പ്രതികരണം അതുമായി ബന്ധപ്പെട്ട് നടത്താതിരിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് നമ്മുടെ കവി സച്ചിദാനന്ദൻ പണ്ട് പറഞ്ഞ ഒരു വാചകം മാത്രം, ഒരു വരി മാത്രം പറഞ്ഞ് ഞാൻ ആ പ്രതികരണം അദ്ദേഹത്തോടുള്ള പ്രതികരണം ഒന്ന് പറയാൻ അനുവദിക്കണം. കാരണം അന്ന് സച്ചിമാഷ് പറഞ്ഞത് മുഖംമൂടി നേരെയായി കൊള്ളാം, പക്ഷെ മുഖത്തിൻ്റെ കാര്യം എന്നൊരു ചോദ്യം അന്ന് കവി സച്ചിദാനന്ദൻ ചോദിച്ചിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ ധാർമ്മികതയെ പറ്റിയുള്ള ഉദ്ബോധനങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് പെട്ടെന്ന് ഈ കവി സച്ചിദാനന്ദൻ്റെ ആ വരി ആയതുകൊണ്ടാണ് ഞാൻ അതങ്ങ് പറഞ്ഞത്. പിന്നെ ഇവിടെ ദല്ലാൽ നന്ദകുമാർ പറയുന്ന മറ്റു കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യമുണ്ട്. അതേസമയം അദ്ദേഹം ഇന്നലെ മുംബൈയിൽ പറഞ്ഞു, ഞാൻ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് എംപിമാരെയും കണ്ടിട്ടുണ്ട്, മറ്റ് നേതാക്കളെയും കോൺഗ്രസിൻ്റെ നേതാക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് എന്താണ് തെളിവ്? അത് പ്രാധാന്യമുള്ളതുമല്ല, അതൊന്നുമല്ല. അപ്പോഴാണ് BJPയുടെ പ്രതിനിധിയായിട്ടുള്ള TB ജയചന്ദ്രൻ മാസ്റ്റർ പറയുന്നത് ഞങ്ങളുടെ സ്ട്രാറ്റജിയാണ്, അവരത്രയും സ്ട്രാറ്റജി നടപ്പാക്കുന്നുമുണ്ട്. അത് ഉള്ളടക്കം എന്താണെന്നുള്ളത് പറയേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. വേണ്ട, പറയേണ്ട, ചാനൽ ചർച്ച പറയാൻ കഴിയുന്ന കാര്യമല്ല, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ചെയ്യുന്നതൊക്കെ കോൺഗ്രസ് നേതാക്കളോട് സംസാരിച്ചാൽ, അവരുമായിട്ട് ഇടപെട്ട് ജാവദേക്കർ സംസാരിച്ചാൽ അതിൽ അപാകതയില്ല, തെറ്റില്ല, രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതുമാണ്. CPM-ആയിട്ട് ബന്ധപ്പെട്ട് TP ജയരാജൻ ഇത്രയൊരു പ്രശ്നമുണ്ടായി. അത് ശരിയാണെന്ന് ന്യായീകരിക്കാനേ അല്ല ഞാൻ ഇത്രയും സമയം ചെലവഴിച്ചത് ഇവിടെ നിന്ന് വർത്തമാനം പറഞ്ഞ ഒന്നും. അത് വാക്കുകൾ കൊണ്ട് CPM-ന് ഒരുപാട് കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരെയും ജാവേദ്കർ കണ്ടിട്ടില്ല. ഒരു നേതാക്കന്മാർ ജാവേദ്കർ കണ്ടിട്ടില്ല. ഏതാണ്? അല്ല, കോൺഗ്രസിന്റെ നേതാക്കൾ ആരെയും പ്രകാശ് ജാവ്ദേക്കർ കണ്ടിട്ടില്ല, റിജിൽ പറഞ്ഞത്. അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ കോൺഗ്രസ് നേതാക്കന്മാരെ കണ്ടു. ഈ പ്രകാശ് ജാവേദ്കർ കണ്ടു എന്നും വീട്ടിൽ വന്നു എന്നും പറഞ്ഞ EP ജയരാജനാണ് ഞങ്ങളുടെ നേതാക്കൾ. ഇത് നന്ദകുമാർ പറയുന്നതാണ്. നന്ദകുമാർ പറഞ്ഞ വിഷയത്തിനകത്ത് ഞങ്ങളെ ആരെങ്കിലും ഈ പറയുന്ന പ്രഭാരിയായിട്ടുള്ള ജാവേദ്കർ വന്നു കണ്ടു എന്ന് ഒരു നേതാവും പറഞ്ഞിട്ടില്ലല്ലോ. ഈ പറയുന്ന നേതാക്കൾ പേര് പറഞ്ഞ രമേശ് ചെന്നിത്തലയായാലും K സുധാകരനായാലും K മുരളീധരനായാലും ഞങ്ങൾ കണ്ടു എന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ നേതാവിന്റെ വീട്ടിലേക്കാണ് പോയത്, നിങ്ങളുടെ നേതാവിനെ സ്വാധീനിക്കാനാണ് പോയത്, നിങ്ങളുടെ നേതാവിനെ മറ്റ് വിഷയങ്ങളുമായി അല്ല ഞാനേ ഈ റിജിൽ മാക്കുറ്റിയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ഇത് പറയുമ്പോൾ തന്നെ എനിക്കിത് ഇടപെട്ട് പറയാൻ അറിയാൻ വയ്യായിട്ടൊന്നുമല്ല. ഞാൻ ആ മിതത്വം പാലിക്കുന്നത് നമ്മൾ ചർച്ചയിൽ സാധാരണ പാലിക്കേണ്ട ജനാധിപത്യ മര്യാദ ഓർത്ത് മാത്രമാണ്. അപ്പോൾ അത് എന്നോടും പാലിക്കണം. അതേ ഉള്ളൂ എനിക്ക് താങ്കളോടുള്ള റിക്വസ്റ്റ്. അത്രയും കൊണ്ട് ഞാൻ നിർത്തുന്നു. പിന്നെ ഇത് ഈ പ്രകാശ് ജാവദേക്കർ ആരെ കണ്ടു ആരെ കണ്ടില്ല എന്നുള്ള ചർച്ചയിലേക്ക് അവർക്ക് താല്പര്യമില്ലെങ്കിൽ ചെയ്യണ്ട. അത് ഇദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞാൽ മതി. ദല്ലാൽ നന്ദകുമാറിനെ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതൊന്നും ശരിയല്ല, അതൊന്നും ഞങ്ങൾ എൻഡോഴ്സ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അക്നോളജ് ചെയ്യുന്നില്ല, അത് അവിടെ പറഞ്ഞാൽ മതി. ഞാൻ ഇന്നലെ മുംബൈയിൽ പറഞ്ഞതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങേരുടെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് പല ഓൺലൈനിലും വന്നതാണ് ഞാൻ ഉദ്ധരിച്ചത്. ഞാൻ ജാവദേക്കറിനെ ഫോൺ വിളിച്ചിട്ടില്ല, ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുമില്ല. അദ്ദേഹം പറഞ്ഞത് ഓൺലൈനിൽ എല്ലായിടത്തും വന്നിട്ടുണ്ട്, അത് തന്നെയാണ് ഞാൻ ഉദ്ധരിച്ചത് ഇവിടെ. അത് ശരിയല്ലെങ്കിൽ വേണ്ടെന്നേ, നിങ്ങൾ ഡിസോൺ ചെയ്തോളൂ. പക്ഷെ ഞാൻ കേട്ടത് വായിച്ചത് എനിക്ക് പറയാമല്ലോ, അതല്ലേ എനിക്കൊരു ചർച്ച ചെയ്യാൻ കഴിയുക.
അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് ജോസഫ് സി മാത്യു പറഞ്ഞ ആ ഒരു അഭിപ്രായം സ്വാഭാവികമായും ജനാധിപത്യപരമായി ഒരു പൗരപക്ഷത്തു നിന്ന് ആ ഒരു ബോധത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ജനങ്ങളിതെല്ലാം കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്നുള്ളതിനപ്പുറത്തേക്ക് എന്താണ് നടപടി? സ്വാഭാവികമായും രാഷ്ട്രീയ കക്ഷികൾക്ക് അക്കാര്യത്തിൽ ധാർമ്മികമായും ജനാധിപത്യപരമായും ഉത്തരവാദിത്തോടെ മറുപടി കാണാനുള്ള ബാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പൗരനാണ് ഞാനും. അതിൻ്റെ അകത്ത് പക്ഷേ ഈ പ്രശ്നം ഞാൻ ഗോപികൃഷ്ണനോട് ചൂണ്ടിക്കാണിക്കുന്ന ഇതാണ്, ഇത് എത്രയാണ് കഥകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഥകളെല്ലാം അടുക്കിപ്പറക്കി വെക്കാൻ പോയാൽ അത് വെച്ചുകൊണ്ട് എന്താണ് വളരെ പെട്ടെന്ന് ഒരു തീർപ്പുണ്ടാക്കാൻ പറ്റും വ്യക്തതയോടുകൂടി മറുപടി പറഞ്ഞാൽ. ഈ ചർച്ചകൾ എന്ന് പറയുന്നത് താങ്കളുടെ അനുവാദത്തോടുകൂടി ഞാൻ ഇടവേള എടുക്കുകയാണ്, വളരെ അത്യാവശ്യമായതുകൊണ്ട്. ടി.പി. ജയചന്ദ്രൻ മാസ്റ്റർ എന്താണ് പറയാനുള്ളത്? ഗോപികൃഷ്ണൻ, എന്നെ അത്ഭുതപ്പെടുത്തിയത് ജോസഫ് സി മാത്യുവിൻ്റെ ചില വാക്കുകളാണ്. അദ്ദേഹം റിജിൽ മാക്കുറ്റിയുടെ നിലവാരത്തിലേക്ക് വന്നതാണോ റിജിൽ മാക്കുറ്റി അദ്ദേഹത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയർന്നാണോ എന്ന് എനിക്കറിയുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് വിനയപൂർവ്വം പറയുന്നത്, സർ, ഭയപ്പെടുത്തിയും ഇ ഡി ഉപയോഗിച്ചും ഭീഷണിപ്പെടുത്തിയുമാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം എത്ര പേര് BJP-യിൽ നിന്നും സിറ്റിംഗ് MLA-മാരുൾപ്പെടെ സീറ്റ് കിട്ടാതെ BJP-യിൽ നിന്നും പുറത്തുപോയി കോൺഗ്രസ് ചേർന്നിട്ടുണ്ട്? അങ്ങനെ ഭീഷണിപ്പെടുത്തിയും ഇ ഡിയും മറ്റും ആണെങ്കിൽ ഇവർക്ക് പുറത്തു പോകാൻ സാധിക്കുമായിരുന്നു. മാത്രമല്ല, ഞാൻ താങ്കളുടെ അതിൽ ഒരു കാര്യം പെടുത്തട്ടെ. സർ, ആസാം മുഖ്യമന്ത്രി ഹെമന്ത് ബിശ്വ ശർമ്മ എന്തിന് കോൺഗ്രസ് വിട്ടു എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ കാണാൻ വീട്ടിൽ ചെല്ലുന്നു, അദ്ദേഹം നായയെ കളിപ്പിക്കുകയായിരുന്നു, ഡോഗ് ബിസ്ക്കറ്റ് എടുത്ത് അദ്ദേഹത്തിന് തിന്നാൻ കൊടുത്തു. ഈ അവഗണന സഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ റിജിൽ മാക്കുറ്റിയെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, സർ, നിങ്ങൾ ഈ പറഞ്ഞതിനൊക്കെ മെയ് 22-ാം തീയതി പറഞ്ഞാൽ ഈ പറഞ്ഞ വാക്കുകൾ റിജിൽ മാക്കുറ്റി ഉറച്ചു നിൽക്കുമോ? ഇല്ലെന്നതിൻ്റെ എവിഡൻസ് ഞാൻ പറയുന്നത്, ഡൽഹി PCC അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലൗലി ഇന്ന് കോൺഗ്രസ് വിട്ടിരിക്കുന്നു. സർ, AAP-ക്കെതിരെ ആദ്യമായി കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്ത ആളാണ്, ഡൽഹി PCC കൊടുത്ത ആളാണ് അദ്ദേഹം. ആ അന്വേഷണത്തിൽ അദ്ദേഹം മുമ്പിൽ വന്നപ്പോൾ, അത് അന്വേഷണം തുടങ്ങിയപ്പോൾ എന്താണ് മിസ്റ്റർ റിജിൽ നിങ്ങളുടെ പാർട്ടി ചെയ്തത്? ആർക്കൊപ്പമാണ് നിന്നത്? ഇവിടെ ഞാൻ ഇന്ന് ചോദിക്കുന്നു, മെയ് 22-ന് കേരളത്തിൽ നിങ്ങൾ ഇന്ന് ആരോപിക്കുന്ന എല്ലാത്തിനും ഉത്തരം വന്ന് കിട്ടുമ്പോൾ എൻ്റെ ചോദ്യം, ഇന്നത്തെ വാക്കിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുമോ? അതല്ല, അപ്പോൾ നിങ്ങൾ ഈ ആരോപിച്ച കേരളത്തിലെ പല ആളുകൾക്കുമെതിരായിട്ട് ED നടപടി തുടങ്ങിക്കഴിഞ്ഞു. അന്ന് നിങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പരമാവധി നിങ്ങൾ കാത്തിരിക്കേണ്ടത് ഒരുപക്ഷെ മെയ് മാസം വരെയായിരിക്കും. അപ്പം റിജിൽ മാക്കുറ്റിയുടെ പാർട്ടിക്കാരൻ ഡൽഹി PCC അധ്യക്ഷനോട് കാണിച്ച അതേ നെറികേട് കാണിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോവില്ലേ? ഇവിടെ വിഷയം അതൊന്നുമല്ല ഗോപികൃഷ്ണൻ. BJP-യിൽ നിന്നും ആളുകൾ പുറത്തു പോകുമ്പോൾ അത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടും, BJP-ക്ക് അകത്തേക്ക് ആളുകൾ വരുമ്പോൾ അതിനെക്കുറിച്ചൊരു അസൂയയും ഉൾക്കൊള്ളുമ്പോൾ ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട്, കേരളമാർക്കൊക്കെയോ സ്ത്രീധനം കിട്ടിയ മുതലാണ്, കേരളത്തിൽ BJP-ക്ക് അകത്തേക്ക് ആളുകൾ വരാൻ പാടില്ല, ഇതൊക്കെ ചിലക്കാതെ. പിന്നെ ഒരു കാര്യം ഇവിടെ പലരും പറഞ്ഞു, ദല്ലാളിനെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ, വഴിവിട്ട് എന്തെങ്കിലും ജോൺസൺ മാവുങ്കലിന് സുധാകരൻ ചെയ്തു കൊടുത്ത പോലെ വഴിവിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് നമ്മുടെ മുമ്പിൽ തെളിവുകളുണ്ടോ? ഈ കാര്യങ്ങൾ ഇപ്പോൾ മുഴുവൻ കാര്യങ്ങളും വ്യക്തതയോടെ പുറത്തു വന്നു എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ഈ കാര്യങ്ങളിൽ മുഴുവൻ കാര്യങ്ങളും വ്യക്തതയോടെ പുറത്തു വന്നു എന്ന് ജയചന്ദ്രൻ മാസ്റ്റർക്ക് അഭിപ്രായമുണ്ടോ? എന്താണ് മുഴുവൻ കാര്യങ്ങളും വ്യക്തതയോടുകൂടി പുറത്തു വന്നിട്ടുണ്ടെന്ന് താങ്കൾക്ക് ഇപ്പോൾ അഭിപ്രായമുണ്ടോ? ഇല്ലല്ലോ, വ്യക്തതയോടെ പുറത്തു വരാൻ ഇനിയും ഇരിക്കുന്നേ ഉള്ളൂ. ഞങ്ങളൊന്നും മറച്ചു വെച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ ഇതുവരെ അദ്ദേഹവുമായിട്ടുള്ള കൂടിക്കാഴ്ച മറച്ചു വെച്ചിട്ടുണ്ടോ? അദ്ദേഹവുമായി ചർച്ച ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ചർച്ചയിലെ ഉള്ളടക്കം ഇപ്പോൾ വെളിപ്പെടുത്താൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയ മാന്യതയുടെ വിഷയമാണ്. ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തുറന്നു പറഞ്ഞു, ഞങ്ങൾ ഇവരുമൊക്കെ ആശയവിനിമയം നടത്തും. അവർക്ക് BJP സ്വീകാര്യമാണോ BJP-ക്ക് അകത്ത് വരാം, അസ്വീകാര്യമാകുന്നവർക്ക് BJP വിട്ടുപോകാം. BJP അകത്തുനിന്ന് ആളുകൾ പുറത്തു പോകുന്നില്ലേ? BJP നഖശിഖാന്തം എതിർക്കുന്ന PDP-യുമായി ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലേ? BJP-യുടെ എതിർക്കുന്ന പല കക്ഷികളുമായി ഇതെല്ലാം BJP-യുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിട്ടാണ് ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞതാ? അല്ല, ഇദ്ദേഹത്തിന്റെ വർത്തമാനം കേട്ട കരുതും ED ഒക്കെ ഇവര് ഭയങ്കരമായി ഭരണഘടന അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്, രാജ്യത്തിന്റെ പാർലമെന്റാണ് BJP-യുടെ നേതാവ്, ED വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞത് മീനാക്ഷി ലേഖിയാണ്. അതുകൊണ്ട് താങ്കൾ ഈ അജിത് പവാർ നിങ്ങളുടെ കൂടെയാണ്. ഇപ്പോ അജിത് പവാറിനെതിരെ നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ എവിടെ എത്തി? അയാൾ ഇപ്പൊ നിങ്ങളുടെ കൂടെയല്ലേ? നിങ്ങളുടെ കൂടെ വന്നാൽ നിങ്ങളുടെ വാഷിംഗ് മെഷീനിലിട്ട്, മോദിയുടെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയാൽ എല്ലാവരും സത്യവാൻ സാവിത്രിമാരാണ്, ഹരിചന്ദ്രന്മാരാണ്. അതാണ് BJP-യുടെ നയം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇ പി ജയരാജൻ സാമ്പത്തികമായി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇ പി ജയരാജൻ മന്ത്രിയായ സമയത്ത് പണം കൈപ്പറ്റിയിട്ടുണ്ട്, അനധികൃത സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്തി, നിങ്ങളുടെ ED കണ്ടെത്തി. അപ്പൊ ED അയച്ചു, ഇതാ ജയരാജനെ കണ്ടാൽ ജയരാജൻ അതിന്റെ പേരിലാണ് നിങ്ങൾ പറയുന്ന വിവാദം. നിങ്ങൾക്കുമായി ബന്ധമില്ലാതെ പറയുന്ന ദല്ലാളുമായി നിങ്ങൾ അല്ലല്ല,
അല്ലല്ല ഞാൻ പറയട്ടെ, ഈ ദല്ലാളുമായിട്ടാണല്ലോ നിങ്ങളെ പ്രകാശ് ജാവേദ്കർ പോയത്. നിങ്ങൾ പറയുന്നു അയാളെ വിശ്വസിക്കാൻ പറ്റില്ല, ഞങ്ങളും വിശ്വസിക്കാൻ പറ്റാത്ത ആളാണെന്ന് പറയുന്നു. ആ വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്ക് പ്രകാശ് ജാവേദ്കർക്ക് വിശ്വസിക്കാൻ പറ്റും. ഏത് ജോൺസൺ മാവങ്കൽ എന്താക്കി എന്നാ പറയുന്നത്? എന്താക്കി ജോൺസൺ മാവങ്കലുമായിട്ട് എന്താക്കിന്? നിങ്ങൾ എന്താ പറയുന്നത്? ഈ വിവാദ ദല്ലാളായിട്ടുള്ള നന്ദകുമാറിന്റെ കൂടെയാണ് നിങ്ങളുടെ പ്രവാരി പോകുന്നത്. സുരേന്ദ്രന്റെ കൂടെയോ ജയചന്ദ്രൻ മാഷ കൂടെയോ അല്ല. നിങ്ങൾ അറിഞ്ഞോ പോയത്? EP ജയരാജന്റെ വീട്ടിലേക്ക് പോയി നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ അറിയാതെ, നിങ്ങളുടെ സംസ്ഥാന ഘടകം അറിയാതെ ഈ നാട്ടിലെ ഏറ്റവും വലിയ വിവാദന്മാരായിരിക്കുന്ന, നിഗൂഢമായി പല കാര്യങ്ങളും ചെയ്യുന്ന, തട്ടിപ്പ് നടത്തുന്ന ഒരാളുമായി നിങ്ങളുടെ പ്രവാരിക്ക് വിശ്വസ്തനാണ്. നിങ്ങളുടെ പ്രവാരിയുടെ വിശ്വസ്തനാണ്. ആ വിശ്വസ്തനെ കൂട്ടിയാണ് EP ജയരാജൻ അടുത്ത് പോകുന്നത്. ഒരിടപാട് പറ. ശരി. ഏതായാലും നാളത്തെ നിർണായകമായ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ EP ജയരാജൻ പങ്കെടുക്കുമോ, വിശദീകരിക്കപ്പെടുമോ? ഇത് നേരത്തെ ശ്രീ M ജയചന്ദ്രൻ പറഞ്ഞതുപോലെ ഡാമേജ് ഇല്ലാത്തൊരു പ്രശ്നമായിട്ടായിരിക്കുമോ പാർട്ടി ഇതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? ഇടതു മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് ഇത് കയ്യും കിട്ടി നോക്കി നിൽക്കാൻ കഴിയുമോ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് EP പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച വിവാദം മറുപടി പറയേണ്ടി വരും. അതിലേക്കായിരിക്കും ഇനിയുള്ള മണിക്കൂറുകളിൽ വാർത്തയായി വരാൻ പോകുന്നതും. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.